Good morning, all of you. Good morning. Today we are going to learn social studies. Okay, all of you take your textbook, page number 390. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അത് പറയുന്നത് എന്താണ്? ഒരു ജോഗ്രഫി ചാപ്റ്റർ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ലെസൺ 8, ദ വേൾഡ് ഓഫ് ഗ്രോയിങ് നോളജ്. കേട്ടോ, അപ്പോൾ ഹിസ്റ്ററിയിലെ ഒരു ചാപ്റ്റർ ആണ് ഇതെന്ന് പറയുന്നത് ലെസൺ 8-ലുള്ളത് കേട്ടോ. ലെസൺ 8, ദ വേൾഡ് ഓഫ് ഗ്രോയിങ് നോളജ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എടുത്തോ, ചാപ്റ്റർ 8 എടുത്തോ എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ 8 ആണ്, ഹിസ്റ്ററിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ചാപ്റ്ററിന്റെ നെയിം? റീഡ് ചെയ്തേ, ദ വേൾഡ് ഓഫ് ഗ്രോയിങ് നോളജ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നോക്കിക്കേ, നിങ്ങൾക്കറിയാം ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചരിത്രപരമായ കാര്യങ്ങളാണ് അല്ലേ? പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു, മനുഷ്യൻ എങ്ങനെയായിരുന്നു അല്ലേ? ചരിത്രപരമായ കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ പറയുന്നത് അല്ലേ? ജിയോഗ്രഫിയിലാകുമ്പോഴോ നമ്മുടെ ലാൻഡിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ? ലാൻഡ് കാര്യങ്ങളൊക്കെയാണ് ജിയോഗ്രഫിയിൽ പറയുന്നത്. ലാൻഡ്, ഓഷൻസ് എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ് ജിയോഗ്രഫിയിൽ വരുന്നത്. ഹിസ്റ്ററിയിലാകുമ്പോൾ ഹ്യൂമൻസിനെ കുറിച്ചിട്ടാണ്, മനുഷ്യന്റെ പഴയ കാലഘട്ടം ഒക്കെയാണ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഹ്യൂമൻ ബീയിങ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ക്രിയേച്ചർ ഓൺ ദിസ് എർത്ത്. നമുക്കറിയാം നമ്മൾ എർത്തിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോസ്റ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ ആണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമൻസ് എന്ന് പറയുന്നത് അല്ലേ? നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള നല്ല കഴിവുള്ള ആളുകളാണ് ആരെന്ന് പറയുന്നത്? ഹ്യൂമൻസ് അല്ലേ? ക്രിയയിലെ ഏറ്റവും നല്ലൊരു സൃഷ്ടിയാണ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ? നല്ല കഴിവുള്ള ഒരു സൃഷ്ടിയാണ് എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത്. has always tried to grasp more and more knowledge അല്ലേ? മനുഷ്യൻ എന്താണ് കൂടുതൽ എന്ത് ചെയ്യുന്നു? അറിവ് നേടുന്നു. ഒരു കാര്യത്തിൽ ഒരു അറിവ് കൊണ്ട് നിൽക്കുകയാണോ? അല്ല, എന്താണ്? ഒരു അറിവിൽ നിന്നും മറ്റൊരു അറിവ് നേടാനായിട്ട് ഉള്ള ഒരു കഴിവ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. His story of knowledge goes on increasing അല്ലേ? മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ എന്താണ് അറിവ് എന്ന് പറയുന്നത് എന്താണ്? വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? Nature has blessed him with the power to understand and improve upon his communication skills അല്ലേ? പ്രകൃതിപരമായി തന്നെ ഒരു നല്ലൊരു കഴിവാണ് നമ്മുടെ മനുഷ്യന് നൽകിയിട്ടുള്ളത് അല്ലേ? ആശയവിനിമയം നടത്താൻ അല്ലേ? ആശയവിനിമയം നടത്താനും അതോടൊപ്പം തന്നെ അറിവുകൾ നേടാനുമുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. By his efforts, he has enriched his knowledge and made correct use of it to his advantage and the world around him. അല്ലേ? കഠിനമായ പരിശ്രമത്തിലൂടെയും മറ്റും എന്ത് ചെയ്യും? അറിവ് സമ്പാദിക്കുകയും അത് നമ്മുടെ അറൗണ്ടിൽ അല്ലേ, നമ്മുടെ ചുറ്റുപാടും നല്ല രീതിയിൽ പ്രയോഗിക്കുകയും നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന അറിവ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പോ മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അറിവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് ഒരു കൂട്ടം ആളുകളാണോ? അല്ല, അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അറിവിൽ നിന്ന് മറ്റൊരു അറിവ് നേടാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട് അല്ലെ? കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അല്ലെ, ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എഴുതാനായിട്ട് ആരംഭിച്ചത് അല്ലെ? എങ്ങനെയാണ് എഴുതുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് സ്റ്റോറി ഓഫ് റൈറ്റിംഗ് അല്ലേ? എഴുത്തിന്റെ കഥ. ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കാനായിട്ട് പോകുന്നത്? എഴുത്തിന്റെ കഥ അല്ലേ? എങ്ങനെയാണ് എഴുതാനായിട്ട് ഒരു മനുഷ്യൻ എഴുത്ത് അല്ലെ, എഴുത്തിനെ കുറിച്ചൊരു എന്താണ് അതിന്റെ യൂസ് അല്ലെ, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അല്ലെ, എഴുത്ത് എങ്ങനെയാണ് കടന്നു വന്നത് അല്ലെ മനുഷ്യർക്കിടയിൽ, അതിന്റെ സ്റ്റോറിയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ, the story of writing began when the early man tried to record his inventions for the sake of future generations. He started making sounds and actions and invented symbols to represent each sound. He started drawing several pictures in the caves to express his thoughts. അല്ലേ? എങ്ങനെയാണ് എഴുത്തിന്റെ കഥ ആരംഭിച്ചത്? The story of writing began when the early man tried to record his inventions for the sake of future generation. അല്ലേ? അടുത്ത തലമുറകൾക്ക് വേണ്ടിയിട്ട് അല്ലേ താൻ കണ്ടെത്തിയ ഇൻവെൻഷൻസ് അല്ലേ, കണ്ടുപിടുത്തങ്ങളും ഒക്കെ എന്ത് ചെയ്തു? അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് വെച്ചു അല്ലേ, സൂക്ഷിച്ചു വെച്ചു. He started making sounds and actions and invented symbols to represent each sound. അല്ലേ, അവര് പറഞ്ഞിരുന്നു അല്ലേ, കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ ഫലമായിട്ട് സൗണ്ട്സ് ഉണ്ടല്ലോ, ആ സൗണ്ട്സിന് എന്തുണ്ടാക്കി
പഠിച്ചു, മലയാളത്തിൽ നമ്മൾ പഠിച്ചു ഓരോരോ അക്ഷരങ്ങൾ അല്ലേ, അതിനൊക്കെ എന്തുണ്ടാക്കി, ഓരോരോ സൗണ്ട്സ് ഉണ്ടാക്കി. He started drawing several pictures in the caves to express his thoughts. പിന്നെ എന്താ അവർ ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം പണ്ട് കാലത്ത് ഹ്യൂമൻസ് എവിടെയാണ് താമസിച്ചിരുന്നത്? ഗുഹകളിലായിരുന്നു അല്ലേ, കാട്ടിലല്ലായിരുന്നു താമസിച്ചിരുന്നത് പണ്ട് കാലത്ത്. ഇതുപോലുള്ള പ്രദേശങ്ങളായിരുന്നു പണ്ട് അല്ല, കാട്ടിലെ ഗുഹകളിലായിരുന്നു ആദ്യകാല മനുഷ്യന്മാർ എന്ത് ചെയ്തിരുന്നത്, ജീവിച്ചിരുന്നത്. അപ്പം അവരുടെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ അവർ എങ്ങോട്ടേക്കായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്? ഗുഹകളിലെ ഭിത്തികളിലായിരുന്നു എന്ത് ചെയ്തിരുന്നത്, രേഖപ്പെടുത്തിയിരുന്നത്. He started drawing several pictures in the caves to express his thoughts. അല്ലേ, അവരുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി അവർ എന്ത് ചെയ്തു, അവർ താമസിക്കുന്ന ഗുഹകളിലും അല്ലേ പാറക്കെട്ടുകളിലും ഒക്കെ എന്ത് ചെയ്തു, അവരതിൽ വരച്ചിടാനായിട്ട് ഓരോരോ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങി. Many pictures have been found in cave walls in France, Spain and India. അല്ലേ, ഇപ്പോഴും നമുക്ക് ഒരു ചിത്രങ്ങൾ നമുക്ക് എവിടെയൊക്കെ കാണാനായിട്ട് സാധിക്കും? cave walls in France, ഫ്രാൻസിലെ ഗുഹകളിലും അതോടൊപ്പം തന്നെ സ്പെയിൻ, ഇന്ത്യ, ഇവിടെയൊക്കെ നമുക്ക് പണ്ടുകാലത്തെ മനുഷ്യര് വരച്ചിരുന്ന ചിത്രങ്ങളും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. They represent the alphabetic in graphic manner. അല്ലേ, ഇതൊക്കെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ആൽഫബറ്റിക് ആയിട്ടുള്ള ലെറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടോ, നിങ്ങൾ പിക്ചേഴ്സ് ഒക്കെ കണ്ടോ? ഇതൊക്കെ എന്താണ്? ആദ്യകാല മനുഷ്യന്മാര് ഗുഹകളിൽ അവരുടെ ചിന്തകളും കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഓരോരോ അവർ പറയുന്ന സൗണ്ട്സിന്റെ ഓരോരോ സിംബൽസുമാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഓക്കെ, using pictures or symbols to represent a word is called hieroglyphics. എന്താ പറഞ്ഞിരിക്കുന്നത്? using pictures or symbols to represent a word. അല്ലേ, അവരെന്താ പറഞ്ഞിരുന്നു? അവർ പറയുന്ന സൗണ്ട്സിന് എന്ത് കണ്ടെത്തി? സിംബൽസ് കണ്ടെത്തി അല്ലേ. അപ്പോ അവരെന്താണ് ഉപയോഗിച്ചിരുന്നത്? അതിന് വേണ്ടി പിക്ചേഴ്സ് ആയിരുന്നു അല്ലേ. യൂസിങ് പിക്ചേഴ്സ് ഓർ സിംബൽസ് ടു റെപ്രസെന്റ് എ വേർഡ്, ഒരു വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ഉപയോഗിച്ചു? സിംബൽസ് അല്ലെങ്കിൽ എന്ത് ഉപയോഗിച്ചു? പിക്ചേഴ്സ് ഉപയോഗിച്ചു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈറോഗ്ലിഫിക്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഹൈറോഗ്ലിഫിക്സ്? ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ് ഹൈറോഗ്ലിഫിക്സ്? ഹൈറോഗ്ലിഫിക്സ് സ്പെല്ലിംഗ് എങ്ങനെയാ നോക്കിക്കേ. HIEROGLYPHICS hieroglyphics. Okay, അപ്പോൾ സ്പെല്ലിംഗ് റെഡിയല്ലേ? HIEROGLYPHICS hieroglyphics. hieroglyphics എന്ന് വെച്ചാൽ എന്താണ്? അവര് ഉണ്ടാക്കിയ സൗണ്ട്സിന്റെ അല്ലെങ്കിൽ സിംബൽസിന്റെ പിക്ചേഴ്സ് അല്ലെങ്കിൽ സിംബൽസിനെയൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു വേർഡിനെ റെപ്രസെന്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ അതാണ് ഇതെന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. Such pictorial scripts can still be seen in the ancient tombs of the Egyptian kings, temples and public monuments. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ഇപ്പോഴും എവിടെ കാണാനായിട്ട് സാധിക്കും? പൊതുസ്മാരകങ്ങളിലും അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലും മറ്റും അവരെ കൊത്തിവെച്ചിരിക്കുന്ന ഓരോരോ പിക്ചേഴ്സ് അല്ലെങ്കിൽ സിംബൽസ് നമുക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അത് ഓരോരോ വേർഡിനെയാണ് മീൻ ചെയ്യുന്നത്. Pictures നോക്കിക്കേ. Okay, the development of symbols led to the growth of the script. അല്ലേ, ഇങ്ങനെയുള്ള ഈ സിംബൽസിൽ നിന്നാണ് പിന്നീട് എന്തായി മാറിയത്? ഒരു സ്ക്രിപ്റ്റിലേക്ക് അല്ലെ, ഒരു എഴുത്തിലേക്ക് മാറ്റപ്പെട്ടത്. പണ്ട് ഇതിപ്പോ നമ്മൾ എഴുതുന്ന പോലെയാണോ? അല്ല, പണ്ട് ചിത്രങ്ങളും അതുപോലെ തന്നെ എന്തായിരുന്നു? സിംബൽസും മറ്റുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ ഇതിൽ നിന്നും ഒത്തിരി എന്ത് ചെയ്യപ്പെട്ടു? മാറ്റപ്പെട്ടു അല്ലേ. അപ്പോ the development of symbols led to the growth of the script. നമ്മുടെ ഈ സ്ക്രിപ്റ്റിന്റെ വളർച്ചയ്ക്ക് കാരണം ആരാണ്? ഈ സിംബൽസും കാര്യങ്ങളുമാണ് അല്ലേ. സിംബൽസിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലൊക്കെ മാറ്റപ്പെട്ടത്. A script is a system of writing. Script എന്ന് വെച്ചാൽ എന്താണ് പറഞ്ഞേ? A script is a system of writing. Okay. In
റൈറ്റിംഗ് എന്ന് പറയുന്നത് പിക്ചേഴ്സിന്റെയും അതോടൊപ്പം തന്നെ ലെറ്റേഴ്സിന്റെയും ബേസിസിലാണ്. This writing is not an easy to decipher. One has to remember and understand thousands of pictorial symbols to read a simple book. അല്ലേ, നമുക്ക് ഈ ഒരു പിക്ചർ കണ്ടാൽ നമുക്ക് അത് എന്താണ് അവർ അർത്ഥമാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലേ. ഒരു ധാരാളം പിക്ചറുകൾ കൂടി ചേർന്നിട്ടായിരിക്കും ഒരു സെന്റൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഒരു കുഞ്ഞൊരു സ്റ്റോറി ബുക്ക് പോലും അല്ലെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബുക്ക് പോലും റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്രമാത്രം കാര്യങ്ങൾ, എന്തുമാത്രം പിക്ചേഴ്സും കാര്യങ്ങളും ഓർത്ത് വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ ബുക്ക് റീഡ് ചെയ്യാൻ പറ്റുക എന്നറിയാമോ? അത്രമാത്രം ഡിഫിക്കൽട്ട് ആണ് അല്ലെ, നമുക്ക് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യില്ല, സാധിക്കുകയില്ല. Brahmi script originated in India around 2000 years ago. അല്ലേ, ബ്രാഹ്മി ലിപി എന്നാണ് ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്തത്? 2000 years ago എഗോയിലാണ് അല്ലെ, 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ ബ്രാഹ്മി എന്നറിയപ്പെടുന്ന ലിപി അല്ലേ എന്ത് ചെയ്തത്, നിലവിൽ വന്നത് അല്ലേ. ബ്രാഹ്മി എന്ന് പറയുന്ന എഴുത്ത് ലിപി നിലവിൽ വന്നത് ഇന്ത്യയിൽ ഇന്നാണ് 2000 വർഷങ്ങൾക്ക് മുന്നെയാണ്. It helped in developing many Indian language script. ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ പല ലാംഗ്വേജും ഡെവലപ്ഡ് ആകാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തതാണ് ഇതെന്ന് പറയുന്നത് ബ്രാഹ്മി ലിപി എന്ന് പറയുന്നത്. ഓക്കേ, ക്ലിയർ ആണല്ലോ? This script is considered to the mother of all Indian scripts of today. അല്ലേ, നമ്മുടെ എല്ലാ സ്ക്രിപ്റ്റ്സിന്റെയും മദർ എന്ന് പറയുന്നത് ഏതാണ്? ബ്രാഹ്മി ലിപിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. മദർ ഓഫ് ഓൾ ഇന്ത്യൻ സ്ക്രിപ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ബ്രാഹ്മി ലിപിയാണ്. Almost all the scripts in India have been derived from this script. അല്ലേ, ഇന്ത്യയിലെ എല്ലാ സ്ക്രിപ്റ്റ്സും ഓൾമോസ്റ്റ് എല്ലാ സ്ക്രിപ്റ്റ്സും ഡെവലപ്പ് ചെയ്ത് എവിടെ നിന്നാണ്? ഈ ബ്രാഹ്മി ലിപിയിൽ നിന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്രാഹ്മി ലിപി നമുക്ക് എന്ത് വിളിക്കാം? മദർ ഓഫ് ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് എന്ന് വിളിക്കാം. എന്താണ് മദർ ഓഫ് ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ്? ഏതാണ് പറഞ്ഞേ? ബ്രാഹ്മി ലിപി. ഏതാണ്? ബ്രാഹ്മി ലിപിയാണ് മദർ ഓഫ് ഓൾ ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത്. ഓക്കേ, നെക്സ്റ്റ് നോക്കിക്കേ. The Devanagari and many other Indian scripts are based on sound. ദേവനാഗരി ലിപി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്താണ് ദേവനാഗരി? ദേവനാഗരി എന്ന സ്ക്രിപ്റ്റ് കേട്ടിട്ടുണ്ടോ? ദേവനാഗരി എന്താണ്? ദേവനാഗരി and many other Indian scripts based on sound. സൗണ്ട്സിന്റെ ബേസിസിലാണ് ദേവനാഗരി ലിപി എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ദേവനാഗരി ലിപി എന്ന് പറയുന്നത് സൗണ്ട്സിന്റെ ബേസിസിലാണ്. ലെറ്റേഴ്സ് ആർ ബേസ്ഡ് ഓൺ സൗണ്ട്സ് അല്ലേ. നമുക്കറിയാം ഓരോ ലെറ്റേഴ്സും എന്താണ്, ഓരോരോ സൗണ്ട്സ് ആണ് അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോട്ട് ഓൺ പിക്ചേഴ്സ് അല്ലേ. പിക്ചേഴ്സിന്റെ ബേസിസിലാണോ? അല്ല. എന്തിന്റെ ബേസിസിലാണ്? ഓരോ സൗണ്ട്സിന്റെ ബേസിസിലാണ് ഇതെന്ന് പറയുന്നത്, ഓരോ ലെറ്റേഴ്സും എന്ന് പറയുന്നത് അല്ലേ. Our national language Hindi is in the Devanagari script. അല്ലേ, നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി അല്ലേ. ഹിന്ദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബേസിസിലുള്ളതാണ്, ദേവനാഗരി സ്ക്രിപ്റ്റിലാണ് അല്ലേ. Our national language Hindi is in the Devanagari script. അപ്പോൾ ദേവനാഗരി സ്ക്രിപ്റ്റിന്റെ ബേസിസിലാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആണ് ഹിന്ദി എന്ന് പറയുന്നത്. The constitution of our country has recognized 22 languages and they have their own script. അല്ലേ, നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ, നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്ക് എത്ര ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്? 22 ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ലാംഗ്വേജസിനൊക്കെ എന്താണ്? അതിൻ്റെതായ സ്ക്രിപ്റ്റ് ആണ് ഉള്ളത് അല്ലേ, അതിൻ്റെതായ സൗണ്ട്സ് ആണ് ഉള്ളത് അല്ലേ. The English language is derived from the Roman script. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എവിടെ നിന്നാണ് ഡെറൈവ് ചെയ്തെടുത്തതെന്ന് അറിയാമോ? റോമൻ സ്ക്രിപ്റ്റിൽ നിന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ആയിരിക്കുന്നത്. It consists of 26 alphabets. അല്ലേ, നമുക്കറിയാം ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ആണത്? 26 ആൽഫബറ്റ്സ് ആണ് അല്ലേ. ഓരോ ലെറ്റേഴ്സിന് അതിൻ്റെതായ എന്തുണ്ട്, സൗണ്ട്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ദേവനാഗരി ലിപിയിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, നമ്മുടെ നാഷണൽ ലാംഗ്വേജ് ആയ ഹിന്ദി വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇംഗ്ലീഷ് is derived from the Roman script. ഓക്കേ, അപ്പോൾ ഓരോ പണ്ടത്തെ പോലെ പിക്ചേഴ്സിന്റെ ബേസിസിലാണോ? അല്ല. ഓരോ ഹിന്ദിന്റെ അതിൻ്റെതായ സൗണ്ട്സ് ഉണ്ട് അല്ലേ. ഓക്കേ, അപ്പോൾ എങ്ങനെയാണ് എഴുത്തിന്റെ ഒരു സ്റ്റോറി എന്നുള്ളത് നമുക്ക് മനസ്സിലായോ? പണ്ട് കാലത്ത് എന്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്? ഒരു കേവ്സിലും മറ്റും എന്ത് ചെയ്തു? സിംബൽസും അതുപോലെ പിക്ചേഴ്സും ഒക്കെ ആയിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത്? കൊത്തി വെച്ചിരുന്നത് അല്ലേ. അവിടെ നിന്നുമാണ് നമ്മളിപ്പോ
യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലൊക്കെ ആയിട്ട് വന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ദ സ്റ്റോറി ഓഫ് നമ്പേഴ്സ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു റൈറ്റിംഗിന്റെ കാര്യം പറഞ്ഞു അല്ലേ, എഴുത്തിന്റെ കഥ പറഞ്ഞു. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് നമ്പേഴ്സിന്റെ കഥയാണ് കേട്ടോ. സ്റ്റോറി ഓഫ് നമ്പേഴ്സ്. നോക്കിക്കേ, the early man was a hunter gatherer. He hunted animals and gathered food. അല്ലേ, പണ്ട് കാലത്ത് നമുക്കറിയാം വേട്ടയാടിയാണ് അവർ എന്ത് കണ്ടെത്തിയിരുന്നത്? ഫുഡ് കണ്ടെത്തിയിരുന്നത് അല്ലേ. മൃഗങ്ങളെയും മറ്റും വേട്ടയാടിയാണ് അവർ എന്ത് കണ്ടെത്തിയിരുന്നത്? ഫുഡ് കണ്ടെത്തിയിരുന്നത് അല്ലേ. അപ്പോൾ there was a need to count the animals reared in his farm or the number of 100 animals അല്ലേ. അപ്പോൾ അവർ എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു? അവർ എന്ത് ചെയ്തിരുന്നു? നല്ല വേട്ടയാടി മറ്റുമാണ് ആഹാരം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതോടൊപ്പം അവര് ആനിമൽസിനെ ഫാം ആനിമൽസ് ആയിട്ട് വളർത്താനായിട്ട് തുടങ്ങി. അപ്പോൾ മുതലാണ് അവർ എന്ത് ആരംഭിച്ചത്? കൗണ്ടിങ്ങിനെ കുറിച്ച് അല്ലേ, എണ്ണത്തെ കുറിച്ച് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങിയത്? ആലോചിക്കാനായിട്ട് തുടങ്ങിയത്. There was a need to count the animals അല്ലേ. അപ്പോഴാണ് അവർക്ക് ആനിമൽസിനെ കൗണ്ട് ചെയ്യണം, എണ്ണം കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കിയത്. So he started using the drawing of fingers, lines, dots, symbols, etc. for counting. അല്ലേ, കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തത്? നമ്മൾ എന്ത് യൂസ് ചെയ്തത്? 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് യൂസ് ചെയ്തത് അല്ല. അവർ എന്താണ് യൂസ് ചെയ്തത്? So he started using the drawing of fingers അല്ലേ. ഫിംഗേഴ്സ് വരയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നെയോ ലൈൻസ് വരയ്ക്കാൻ തുടങ്ങി. പിന്നെയോ ഡോട്ട്സ്, സിംബൽസ് ഇവയൊക്കെ വരയ്ക്കാനായിട്ട് അവർ തുടങ്ങി അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. He even used broken sticks, balls and pebbles for representing the counting. പിന്നീട് എന്തൊക്കെയാണ് യൂസ് ചെയ്തത്? എന്തൊക്കെ കണ്ടെത്തി? സ്റ്റിക്സ് അല്ലെ, കമ്പുകളും ബോൾസ് എല്ലുകളും അതുപോലെ പെബിൾസ് കല്ലുകളും ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു അല്ലെ. അപ്പൊ കല്ലുകളും മറ്റും അവർ എന്തിനായിട്ട് ഉപയോഗിച്ചു? അവരുടെ ആനിമൽസിനെ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചു. പിന്നെയോ ബോൾസ് അല്ലെ, എല്ലുകളും മറ്റും. പിന്നെ എന്താണ്? സ്റ്റിക്സ് അല്ലെ, കമ്പുകളും മറ്റും. ഇതൊക്കെയായിരുന്നു അവർ പണ്ട് എണ്ണുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലെ, കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. Gradually people invented a special sign or group of signs to show different numbers. പിന്നീടാണ് ഓരോ സൈൻസും അതോടൊപ്പം തന്നെ എന്താണ് സൈൻസ് എന്താണ് ഓരോരോ ഡിഫറെന്റ് നമ്പേഴ്സിനെയാണ് ഷോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്തത്? കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. Such signs are called numerals. ആ സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? ന്യൂമറൽസ് എന്ന് വിളിച്ചത്. എന്താണ് ന്യൂമറൽസ്? എന്താണ് പറഞ്ഞത്? എന്താണ് ന്യൂമറൽസ് അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂമറൽസിന്റെ ഇൻവെൻഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? പണ്ട് കാലത്ത് ആനിമൽസിനെയും അതുപോലെ തന്നെ ഫാം ആനിമൽസിനെയും ഒക്കെ കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് അവർ ഫിംഗേഴ്സും ഡോട്ട്സും ഒക്കെ വരയ്ക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവര് പെബിൾസും ബോൾസും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നീടാണ് അവർ എങ്ങോട്ടേക്ക് വന്നത്? ന്യൂമറൽസിലേക്ക് വന്നത് അല്ലേ. Okay, such signs are called numerals. Okay. നമുക്കറിയാം സീറോ എന്ന് പറയുന്നത് ആരാണ് കണ്ടെത്തിയത്? ആരുടെ ഇൻവെൻഷൻ ആണ്? ഇന്ത്യക്കാരുടേതാണ് അല്ലേ. നോക്കിക്കേ, ഇന്ത്യ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സീറോ അല്ലേ. സീറോയുടെ കണ്ടുപിടുത്തം അല്ലേ, പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം ആരുടേതാണ്? ഇന്ത്യക്കാരുടേതാണ്. സീറോ മാത്രമാണോ? അല്ല. ആൻഡ് ദ ഡെസിമൽ സിസ്റ്റം അല്ലേ, ഡെസിമൽ സിസ്റ്റം അല്ലേ, ദശാംശ സമ്പ്രദായവും കണ്ടെത്തിയത് ആരാണ്? ഇന്ത്യക്കാരാണ് അല്ലേ. ഓക്കെ, അപ്പോ ഇതിന്റെയൊക്കെ കണ്ടുപിടുത്തം ആരുടേതാണ്? ഇന്ത്യയിലാണ്. ഏതൊക്കെയാണ് പറഞ്ഞേ? സീറോ, ഡെസിമൽ സിസ്റ്റം. ഇതിന്റെയൊക്കെ ഇൻവെൻഷൻ ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. ഓക്കെ, അപ്പൊ സ്റ്റോറി ഓഫ് നമ്പേഴ്സ് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് നമ്പർ നമ്പറിന്റെ കഥ എങ്ങനെയാണ് നമ്പറിലേക്ക് നമ്മൾ വന്നത് അല്ലേ. പണ്ട് കാലത്ത് അവര് നമ്പറിങ്ങിന് വേണ്ടി എന്താണ് യൂസ് ചെയ്തിരുന്നത്? പിന്നീട് എന്തുമാത്രം ഡെവലപ്മെന്റിന് ശേഷമാണ് നമ്പർ കണ്ടെത്തിയത് അല്ലേ. ഇതൊക്കെ ആരുടെ ഇൻവെൻഷൻ ആണ്? ഹ്യൂമൻസിന്റെ തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഹ്യൂമൻസിന് അത്രമാത്രം എന്തുണ്ട്? നല്ല നോളജ് ഉണ്ട് അല്ലേ. നോളജ് ആയിട്ടുള്ള വ്യക്തികളാണ്. പിന്നെ എന്താണ്? ഇന്റലിജന്റ് ആണ് അല്ലേ. ഒരറിവിൽ മാത്രം ഒതുങ്ങി കൂടി നിന്നോ? ഇല്ല. വീണ്ടും വീണ്ടും നോളജ് അവർ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. അല്ലെങ്കിൽ അവർ ഇൻക്രീസ് ചെയ്യാനായിട്ട് കഴിയില്ല എങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരു പഴയ കാലത്ത് തന്നെ എന്ത് ചെയ്യുന്നതിനാണ് അല്ലേ. പണ്ട് കാലത്ത് എണ്ണാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നേനെ അല്ലേ. അതുപോലെ തന്നെ എഴുത്തിന്റെ കാര്യമാണല്ലോ, ശരിയാണല്ലേ. ഈ ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് തന്നെ നമുക്ക് ലഭിച്ചത് അല്ലേ. ഓക്കെ, അപ്പോ സ്റ്റോറി ഓഫ് റൈറ്റിംഗ്, സ്റ്റോറി ഓഫ് നമ്പേഴ്സ് മനസ്സിലായ എല്ലാവർക്കും?
അല്ലെ, അവരുടെ ഡെവലപ്മെന്റ്, അവർ എന്തുമാത്രം അവരുടെ ബുദ്ധി പ്രയോഗിച്ചു അല്ലെ, അവരുടെ ഇന്റലിജൻസ് അവർ എന്ത് ചെയ്തു, നല്ല രീതിയിൽ പ്രയോഗിച്ചു അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസും നമ്പേഴ്സും ഒക്കെ നമുക്ക് ലഭിച്ചത് അല്ലെ. അപ്പൊ അത്രമാത്രം ഇന്റലിജന്റ് ആണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഓക്കെ, അപ്പോ ഇത് പഠിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ടെക്സ്റ്റ് നല്ലതുപോലെ റീഡ് ചെയ്യുക. ഓക്കെ, റീഡ് ചെയ്യുക. എത്ര ടൈംസ് റീഡ് ചെയ്യും? 2 times റീഡ് ചെയ്ത് പേരന്റിനെ കൊണ്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. Good morning students. Say good morning. Teacher, good morning again. Okay, good morning. How are you? All are fine? Hope all are fine. Okay. But teacher നിങ്ങൾക്ക് എടുക്കാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറി. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? എന്താണ്? കമ്പ്യൂട്ടർ മെമ്മറി. അതാണ് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് പേജ് നമ്പർ 5. പേജ് നമ്പർ 5 എടുത്തേ. ഓക്കെ, നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ അല്ലേ. അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് എന്താണ്, നമ്മൾ ഈ ഒരു പാഠത്തിൽ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, the computer memory refers to the temporary storage of area of a computer. It holds the data and instruction that the central processing unit needs. അതായത് എന്താണ്? the computer memory refers to the temporary storage of area of a computer. അതായത് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? ഒരു താൽക്കാലിക സംഭരണ മേഖല അല്ലേ. അതായത് അതിന്റെ ഡേറ്റാസും അതിന്റെ കാര്യങ്ങളൊക്കെ എന്താണ്, അത് താൽക്കാലികമായിട്ട് ഒരു സംഭരണ മേഖലയാണ് നമ്മളെന്ന് പറയുന്നത് ഈ മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു താൽക്കാലിക സംഭരണ മേഖലയാണ് നമ്മളെന്ന് പറയുന്നത് ഈ മെമ്മറി എന്ന് പറയുന്നത്. അതായത് അതിന്റെ ഡേറ്റാസും അല്ലേ, അതിന്റെ വിവരങ്ങളൊക്കെ എന്താണ്, സംഭരിച്ചു വെക്കുന്ന ഒരു എന്താണ് സംഭരണിയാണ് നമ്മളെന്ന് പറയുന്നത് മെമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറഞ്ഞ എല്ലാവരും computer memory refers to the temporary storage of area of a computer. Okay, next again, it holds the data and instruction the central processing unit needs. അതായത് central processing unit CPU അല്ലേ, കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് നമ്മൾ അതിനെ അറിയപ്പെടുന്നത്, CPU നെ അറിയപ്പെടുന്നത്. CPU ന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഓക്കെ, അപ്പൊ CPU ന് ആവശ്യമായ അല്ലേ, CPU ന് ആവശ്യമായ ഡാറ്റകളും പിന്നെന്താണ് നിർദ്ദേശങ്ങളും നൽകുന്നത് ആരാണ്? ഈ കമ്പ്യൂട്ടർ മെമ്മറിയാണ് അല്ലേ. അപ്പൊ എന്ത് പറയാം? ഇറ്റ് ഹോൾഡ്, അതിനാവശ്യമായ CPU ന് ആവശ്യമായ ഈ ഡാറ്റകളും അതുപോലെ എന്താണ് ഇൻസ്ട്രക്ഷനും ഒക്കെ എന്താണ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറിന്റെ ഡ്യൂട്ടി അല്ല, മെമ്മറിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നോക്കിയേ, കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ temporary storage of area of a computer. It holds the data and the instruction that the central processing unit. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? CPU. CPU എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, the storage capacity of the memory expressed in terms of bits and bytes. അപ്പോൾ അതിന്റെ കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ അളക്കാം? ബിറ്റ്സ് എന്നും ബൈറ്റ്സ് എന്നുമാണ് നമ്മൾ അതിനെ റെഫേഴ്സ് ചെയ്യുന്നത് അല്ലേ. അതിന് പറയുന്നത് എങ്ങനെയാണ്? അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ബിറ്റ്സ് എന്നും ബൈറ്റ്സ് എന്നുമാണ് നമ്മൾ വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും എന്താണ് അളവുകളുണ്ട് അല്ലേ. നമ്മൾ അളവുകൾ പറയാറില്ലേ? ഇപ്പോൾ ഉദാഹരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? മിൽക്ക് അല്ലേ, പാല് നമ്മൾ എങ്ങനെ പറയും? അതിനെ റെഫേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിറ്ററിലാണ് നമ്മൾ പറയുന്നത്. 1 ലിറ്റർ അല്ലേ, എന്താണ് 2 ലിറ്റർ, ഇങ്ങനെ ലിറ്ററിലൊക്കെയാണ്, ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്ററിലാണ് നമ്മൾ അതിനെ റെഫേഴ്സ് ചെയ്യുന്നത്. അതുപോലെ വെയിറ്റ് സാധനങ്ങൾ കിലോഗ്രാം, ഗ്രാം അല്ലേ, മില്ലിഗ്രാം ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ റെഫേഴ്സ് ചെയ്യാറ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന്റെ അല്ലേ എന്താണ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് മെമ്മറി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. അതായത് കമ്പ്യൂട്ടറിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ റെഫേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബിറ്റ്സ് ആൻഡ്
ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് എന്താ പറഞ്ഞു, കമ്പ്യൂട്ടർ മെമ്മറി എന്താണ് അല്ലേ? കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ ടെമ്പററി സ്റ്റോറേജ് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഒരു താൽക്കാലിക സംഭരണ മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത് അല്ലേ? ഇറ്റ് ഹോൾഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നീഡ്സ്. അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU ആവശ്യമായ എന്ത് ഡാറ്റകളും നിർദ്ദേശങ്ങളും നൽകുന്നത് ആരാണ്? ഈ മെമ്മറിയാണ് അല്ലേ? നോക്കി, അതുപോലെ നമുക്ക് ആ സ്റ്റോറേജ് കപ്പാസിറ്റി, ഓരോ കമ്പ്യൂട്ടറിനും എന്താണ് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വ്യത്യസ്തമാണ് അല്ലേ? സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ദ മെമ്മറി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ്. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ റെഫർ ചെയ്യാം? ബിറ്റ്സ് എന്നും ബൈറ്റ്സ് എന്നുമാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ അതിനെ പറയുന്നത് എങ്ങനെയാണ്? ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നോക്കി, അടുത്ത് നോക്കി, മോർ കമ്പ്യൂട്ടർ മെമ്മറി ക്യാൻ സ്റ്റോർ മോർ ഇൻഫർമേഷൻ അല്ലേ? എന്താണ്? കൂടുതൽ കമ്പ്യൂട്ടർ മെമ്മറിക്ക് എന്ത് ചെയ്യാനുണ്ട്? അതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മോർ കമ്പ്യൂട്ടർ മെമ്മറി ക്യാൻ സ്റ്റോർ മോർ ഇൻഫർമേഷൻ അല്ലേ? അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ? അതിന്റെ മെമ്മറിയുടെ കപ്പാസിറ്റി അനുസരിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ പഠിച്ചത് അല്ലേ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. അപ്പൊ എന്താണ് കമ്പ്യൂട്ടർ, എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഉദ്ദേശിച്ചത് മനസ്സിലായോ? എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? കമ്പ്യൂട്ടർ മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? അപ്പൊ കമ്പ്യൂട്ടർ മെമ്മറി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഏരിയ അല്ലേ? ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ. എന്താണ്? ഒരു താൽക്കാലിക സംഭരണ മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഹോൾഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ ദ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് സിപിയുവിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലേ? സിപിയുവിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരായിരിക്കും? ഈ മെമ്മറി ആയിരിക്കും, കമ്പ്യൂട്ടർ മെമ്മറി ആയിരിക്കും. ആ സിപിയുവിന് ആവശ്യമായ ഡാറ്റാസും അതുപോലെ നിർദ്ദേശങ്ങളും അല്ലേ, ഇൻസ്ട്രക്ഷനും ഒക്കെ അതിന് നൽകുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അതിന്റെ മെമ്മറി കപ്പാസിറ്റി നമുക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ബിറ്റ്സ് എന്നും ബൈറ്റ്സ് എന്നുമാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, മോർ കമ്പ്യൂട്ടർ മെമ്മറി ക്യാൻ സ്റ്റോർ മോർ ഇൻഫർമേഷൻ. മോർ കമ്പ്യൂട്ടർ മെമ്മറിക്ക് എന്ത് ചെയ്യാൻ? മോർ ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ? സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് നോക്കിയേ, കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കിയാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാറ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ കൂടുതൽ കപ്പാസിറ്റി അനുസരിച്ച് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിക്കാനായിട്ട് സാധിക്കും ഇല്ലേ? അപ്പോൾ അതിന്റെ കപ്പാസിറ്റി, മെമ്മറിയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അതിനെ നമുക്ക് ഒരു അതിന്റെ ശ്രേണി പോലെ, ഹൈറാർക്കി മീൻസ് എന്താണ്? ഒരു ശ്രേണി പോലെ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. അതിന്റെ പേരനുസരിച്ച് അതിന് എന്താണ്? അതിന്റെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അതിനെന്താ ഒരു ശ്രേണി പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കി, ദ കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി. അപ്പൊ അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി ആണ്. നോക്കിയേ, the memory unit is an essential component in any digital computer since it is needs for storing programs and data. Okay, the memory unit is an essential component in a digital computer since it is need for storing programs and data. അതായത് പ്രോഗ്രാമുകളും അതുപോലെ ഡാറ്റകളും എന്താണ് സംഭരിക്കുന്നതിന് കമ്പ്യൂട്ടറിൽ, ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്ത് ആവശ്യമാണ്? മെമ്മറി ആവശ്യമാണ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലേ? നമുക്ക് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ എന്ത് ആവശ്യമാണ്? മെമ്മറി ആവശ്യമാണ്. ഇതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഡാറ്റാസും അതുപോലെ എന്താണ് അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ അതിന് ചെയ്യുന്നതിന് എന്ത് ആവശ്യമാണ്? മെമ്മറി ആവശ്യമാണ്. അത് മെമ്മറി യൂണിറ്റ് ഈസ് എസെൻഷ്യൽ. എസെൻഷ്യൽസ് മീൻസ് എന്താണ്? അത്യാവശ്യമാണ്. എസെൻഷ്യൽ കമ്പോണന്റ് ഇൻ എനി ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിൻസ് ഇറ്റ് ഈസ് നീഡ്സ് ഫോർ എ സ്റ്റോറിംഗ് പ്രോഗ്രാം ആൻഡ് ഡേറ്റ. അടുത്തൊക്കെ കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി ഈസ് എ പിരമിഡ് അല്ലേ? കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു പിരമിഡ് പോലെയാണ്. Pyramid structure that is commonly used to show a major difference
among the memory types. അല്ലേ? അപ്പോൾ ആ ഒരു കമ്പ്യൂട്ടറിന്റെ മെമ്മറിയുടെ ഹൈറാർക്കി എന്ന് പറയുന്നത് എന്തുപോലെയാണ്? ഒരു പിരമിഡ് പോലെയാണ്. ഓക്കെ, നമുക്കിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്നതിന്റെ മോഡലാണ്, ഒരു പിരമിഡിന്റെ മോഡലാണ്. അല്ലേ? അതിന്റെ എന്താണ്? അതിന്റെ ബേസിൽ നമുക്ക് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓരോ മെമ്മറിയുടെ അതിന്റെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി ഈസ് ദ പിരമിഡ് സ്ട്രക്ചർ ദാറ്റ് കോമൺലി യൂസ്ഡ് ടു ഷോ എ മേജർ ഡിഫറൻസ് എമോങ് മെമ്മറി ടൈപ്സ്. അല്ലേ? കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് ഒരു അതിന്റെ സ്റ്റെപ്സ്, അല്ലെ, അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കി, ഇതിന്റെ മോഡലാണ്, ഒരു പിരമിഡിന്റെ മോഡൽ പോലെയാണ്. അടുത്ത നോക്കിയേ, the memory units that directly communicate with the CPU is called a main memory. അതായത് മെമ്മറി യൂണിറ്റിനെ പ്രധാന മെമ്മറി എന്ന് വിളിക്കുന്നു. മെമ്മറി യൂണിറ്റ് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റഡ്, മെമ്മറി യൂണിറ്റ് അത് എന്തുമായിട്ട് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റഡ് ആണ്? CPU-യുമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. ആ പ്രധാന അതിനെ നമ്മൾ എന്ത് പറയുന്നു? പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ പ്രധാന മെമ്മറിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൈമറി മെമ്മറി എന്ന്, അത് നമ്മൾ എന്ത് വിളിക്കുന്നു? മെയിൻ മെമ്മറി എന്ന് വിളിക്കുന്നു. ദ മെമ്മറി യൂണിറ്റ്സ് ദാറ്റ് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് CPU is called a main memory. അല്ലേ? The memory unit that directly communicate with the CPU is called a main memory. അതായത് മെമ്മറി യൂണിറ്റിനെ പ്രധാന മെമ്മറി എന്നാണ് നമ്മൾ CPU-യുമായിട്ട് കണക്ട് ചെയ്ത മെമ്മറി നമ്മൾ എന്താണ്? പ്രധാന മെമ്മറി. അല്ലേ? പ്രധാന മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? മെയിൻ മെമ്മറി എന്ന് നമ്മൾ വിളിക്കുന്നു. അടുത്ത നോക്കിയേ, device that provide backup storage are called as secondary memory. Example, magnetic type. Okay, അപ്പോൾ അവിടെ നമ്മളൊരു ഹൈറാർക്കി പോലെ പിക്ചർ കൊടുത്തിട്ടില്ലേ? അപ്പോൾ മാഗ്നറ്റിക് ടൈപ്പ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? മാഗ്നറ്റിക് ടൈപ്പ് മെമ്മറി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് എ ബാക്കപ്പ് സ്റ്റോറേജ് ഓർ കോൾഡ് എ സെക്കൻഡറി മെമ്മറി. അതായത് നമ്മുടെ പ്രൈമറി മെമ്മറിക്ക് സ്പേസ് ഇല്ല, അല്ലേ? പ്രൈമറി മെമ്മറിയിൽ സ്പേസ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അത് സെക്കൻഡറി മെമ്മറിയിലേക്ക് നമ്മൾ താൽക്കാലികമായിട്ട് സേവ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലേ? അതിന് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതിനാണ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ എന്താണ് മാഗ്നറ്റിക് മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രൈമറി മെമ്മറിയെ എന്താണ് ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറേജ് ഫുൾ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒന്ന് ബാക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കിയാണ് ഡിസ്കസ് ചെയ്ത് നോക്കി. അപ്പം കമ്പ്യൂട്ടർ മെമ്മറി യൂണിറ്റ്സ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ആൻഡ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ, അല്ലേ? Since it is needs for storing programs and data. എന്താണ് ടീച്ചർ പറഞ്ഞത്? അതായത് പ്രോഗ്രാമുകളും ഡാറ്റകളും സംഭരിക്കുന്നതിന് കമ്പ്യൂട്ടറിന് എന്ത് ആവശ്യമാണ്? നമ്മുടെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇപ്പോൾ എന്താണ്? ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണല്ലേ? ഡിജിറ്റൽ കമ്പ്യൂട്ടർക്ക് എന്ത് ആവശ്യമാണ്? മെമ്മറി ആവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മെമ്മറി ആവശ്യമെന്ന് പറയുന്നത്? അതിൻ്റെ നീഡ്സ് ഫോർ സ്റ്റോറിംഗ് പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ, പ്രോഗ്രാംസുകൾ ചെയ്യുന്നതിനും അതുപോലെ ഡാറ്റ സംഭരണത്തിനും ഒക്കെ എന്താവശ്യമാണ്? ഈ മെമ്മറി ആവശ്യമാണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? കമ്പ്യൂട്ടർ മെമ്മറി ഹൈറാർക്കി ഈസ് എ പിരമിഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷോ എ മേജർ ഡിഫറൻസ് എമോങ് മെമ്മറി ടൈപ്സ്, അല്ലേ? അതായത് മെമ്മറിയുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിനെ ഡിഫറെന്റ് മെമ്മറിയായി നമുക്ക് വളരെ എന്താണ് ഒരു ഹൈറാർക്കി മോഡൽ, ഒരു പിരമിഡ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കി ഇവിടെ നോക്കിയാൽ ഒരു മാഗ്നറ്റിക് ടേപ്സ്, അല്ലേ? അതുപോലെ നോക്കി മാഗ്നറ്റിക് ഡിസ്ക്, മെയിൻ മെമ്മറി, കാഷെ മെമ്മറി ആൻഡ് രജിസ്റ്റർ മെമ്മറി. അപ്പം എന്താണ് ഒരു പിരമിഡ് പോലെയാണ് മെമ്മറിയുടെ കപ്പാസിറ്റി പറയുന്നത്. അപ്പോൾ ഓരോ മെമ്മറിക്കും എന്തുണ്ട്? ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസിങ് ഓർഡർ അക്സസിങ് ടൈം റേഷ്യോ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പിരമിഡ് പോലെയാണ്, അല്ലേ? അപ്പൊ അതിന്റെ പിരമിഡിന്റെ പോലെ എന്താണ് അതിന്റെ സ്ട്രക്ചർ, അതിന്റെ മെമ്മറിയുടെ കപ്പാസിറ്റി അനുസരിച്ച് അതിന്റെ മോഡൽ എന്ന് പറയുന്നത് ഒരു പിരമിഡ് പോലെയാണ്. The memory units that directly communicate with the CPU is called a main memory. അതായത് CPU-യുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള
മെയിൻ പ്രധാന മെമ്മറി നമ്മൾ എന്ത് പറയും? മെയിൻ മെമ്മറി എന്ന് നമ്മൾ പറയും. പിന്നെ എന്തുണ്ട്? സെക്കൻഡറി മെമ്മറി ഉണ്ട്. അതായത് ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ആർ കാൾഡ് എ സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടറിനെ ഇപ്പം നമ്മുടെ പ്രൈമറി മെമ്മറി ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പം അതിനെ ഒന്ന് ബാക്കപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ സ്റ്റോറേജിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സെക്കൻഡറി മെമ്മറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സേവ് ചെയ്ത് വെക്കണം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് എന്ത് ചെയ്താൽ മതി? ബാക്കപ്പ് ചെയ്ത് പ്രൈമറി മെമ്മറി എന്ന് വെച്ചിട്ട് അത് ഫുള്ളാവും അല്ലേ? കൂടുതൽ വിവരങ്ങൾ അതിനകത്ത് കയറ്റാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമില്ല, നമുക്കൊരു സമയത്ത് അതിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെയൊക്കെ സൂക്ഷിക്കും? സെക്കൻഡറി മെമ്മറിയിലേക്ക് നമ്മളത് സൂക്ഷിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ആർ കാൾഡ് സെക്കൻഡറി മെമ്മറി. എക്സാമ്പിൾ, അതിന് സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറിയുടെ പേരാണെന്ന് പറയുന്നത് മാഗ്നറ്റിക് ടേപ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഇപ്പൊ നമുക്ക് ടീച്ചർ ഒരു പിരമിഡ് പോലെ കാണിച്ചില്ലേ? അതായത് മെമ്മറിയുടെ ഹൈറാർക്കിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ മെമ്മറിയുടെയും യൂസേജിനെ കുറിച്ചാണ് നമ്മൾ, അതിന്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ എന്താണ്? 2 മെമ്മറീസ് ആണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ്? രജിസ്റ്റർ ആൻഡ് കാഷ്യർ മെമ്മറി. ഏതൊക്കെ മെമ്മറിയെ കുറിച്ചാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്? രജിസ്റ്റർ ആൻഡ് കാഷ്യർ മെമ്മറി. ഓക്കെ, അപ്പൊ രജിസ്റ്റർ ഏതാണ്, കാഷ്യർ മെമ്മറി ഏതാണെന്ന് നമുക്ക് ആ പിരമിഡ് നോക്കുമ്പോൾ അറിയാം. പിരമിഡിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അവിടെ എന്താണ്? നമുക്ക് കാഷ്യർ മെമ്മറി, നെക്സ്റ്റ് കാഷ്യർ മെമ്മറി. ഈ 2 മെമ്മറിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് രജിസ്റ്റർ മെമ്മറി എന്നാണ് അല്ലേ? രജിസ്റ്റർ മെമ്മറി എന്ന് വെച്ചാൽ എന്താണെന്നാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന്റെ മെമ്മറിയുടെ ഒരു സ്ട്രക്ചർ അല്ലെ, കമ്പ്യൂട്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു പിരമിഡ് പോലെയാണ് അല്ലേ, ഒരു ഹെറാർക്കി പോലെയാണ്. അപ്പം എന്താണ്? ഓരോ മെമ്മറിയുടെയും അതിന്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ് നമ്മൾ, അതിന്റെ പ്രത്യേകതയെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്? രജിസ്റ്റർ അല്ലേ? എന്താണ് രജിസ്റ്റർ? രജിസ്റ്റർ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തിനെ കുറിച്ചാണ്? രജിസ്റ്ററിനെ കുറിച്ചാണ് അല്ലേ? അതിന്റെ മെമ്മറിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രജിസ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്ന് പറയുന്നത് ഒരു ഹൈറാർക്കി പോലെ, ഒരു പിരമിഡ് പോലെയാണ്. ഓരോ മെമ്മറിക്ക് അതിന്റെ പേരുകളുണ്ട് അല്ലേ? ആ മെമ്മറി ഇപ്പം ഫസ്റ്റ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രജിസ്റ്ററിനെ കുറിച്ചാണ്. നോക്കിയേ, അപ്പൊ ഓരോ കമ്പ്യൂട്ടറിന്റെയും സ്റ്റോറേജിന്റെ മെമ്മറിയുടെ പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. രജിസ്റ്റർ, കാഷ്യർ മെമ്മറി, മെയിൻ മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി, ഹാർഡ് ഡിസ്ക് ആൻഡ് മാഗ്നറ്റിക് ടേപ്പ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടീച്ചർ പറയാൻ പോകുന്നത് ഇതിനെ കുറിച്ചാണ്, രജിസ്റ്ററിനെ കുറിച്ച്. രജിസ്റ്റർ ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഡേറ്റ ആൻഡ് ടെമ്പററി. ഡേറ്റ ക്യാൻ ബി അക്സസ്ഡ് ബൈ ഫാസ്റ്റ് ഫ്രം ദിസ് രജിസ്റ്റർ. അതായത് താൽക്കാലികമായി ഡേറ്റ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? രജിസ്റ്റർ മെമ്മറി യൂസ് ചെയ്യുന്നത്. ഡേറ്റ വളരെ പെട്ടെന്ന് നമുക്ക്, അതിന്റെ പ്രത്യേകത എന്താണ്? വളരെ പെട്ടെന്ന് നമുക്ക് ഡേറ്റ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ രജിസ്റ്റർ മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? രജിസ്റ്റർ മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ഡേറ്റ ടെമ്പററി ദാറ്റ് ക്യാൻ ബി അക്സസ്ഡ് വെരി ഫാസ്റ്റ് ഫ്രം ദീസ് രജിസ്റ്റർ. അതായത് നമുക്ക് താൽക്കാലികമായിട്ട് അല്ലേ, നമുക്ക് പെട്ടെന്ന് എടുക്കാം. താൽക്കാലികമായിട്ട് നമുക്ക് ഒരു ഡേറ്റ സൂക്ഷിച്ചു വെക്കുന്ന മെമ്മറിയാണ് നമ്മൾ പറയുന്നത് രജിസ്റ്റർ മെമ്മറി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത? വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രജിസ്റ്റർ മെമ്മറിയിൽ നിന്ന് എടുക്കാൻ പറ്റും, ഡേറ്റകൾ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഡേറ്റ രജിസ്റ്റർ മെമ്മറി എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞെല്ലാവരും? രജിസ്റ്റർ മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ അല്ലേ, യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ദ ഡേറ്റ ടെമ്പററി that can be accessed very fast from these register അല്ലേ? അതായത് താൽക്കാലികമായിട്ട് ഡേറ്റ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് എന്ന് പറയുന്നത് ഈ രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. ഈ രജിസ്റ്റർ മെമ്മറിയുടെ പ്രത്യേകത എന്താണ്? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അല്ലേ, എങ്ങനെ പറയാം? ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് വെരി ഫാസ്റ്റ് അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ എന്ന് പറഞ്ഞത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ പിരമിഡിന്റെ പിക്ചർ കണ്ടില്ലേ, ആ പിരമിഡിന്റെ ഏറ്റവും മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന മെമ്മറിയുടെ പേരാണ് എന്ന് പറയുന്നത് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ മെമ്മറിയുടെ പ്രത്യേകത എന്താണ്? രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത് ഒരു
ടെമ്പററി ഹോൾഡിംഗ് അല്ലേ, അതായത് താൽക്കാലികമായിട്ട് വിവരങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് വെരി ഫാസ്റ്റ് ഫ്രം ദീസ് രജിസ്റ്റർ അല്ലേ, എന്താണ് വളരെ വേഗത്തിൽ തന്നെ വിവരങ്ങൾ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് എന്ന് പറഞ്ഞ രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ക്യാഷെ മെമ്മറി. എന്താണ് ക്യാഷെ മെമ്മറി എന്നാണ് സ്പെല്ലിംഗ് പറഞ്ഞത് CACHE. ഫസ്റ്റ് നമ്മൾ പഠിച്ചതാണ് രജിസ്റ്റർ മെമ്മറി അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാഷെ മെമ്മറി അല്ലേ. സ്പെല്ലിംഗ് പറഞ്ഞേ CACHE ക്യാഷെ മെമ്മറി. ക്യാഷെ മെമ്മറി അല്ലേ. എന്താണ് ക്യാഷെ മെമ്മറി നോക്കിയേ. അതായത് ക്യാഷെ മെമ്മറി ഈസ് യൂസ്ഡ് ബൈ ദ CPU for storing data that are being accessed repeatedly by the main memory. അതായത് ക്യാഷെ മെമ്മറി നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് by the CPU for storing the data that are being accessed repeatedly by the main memory. അതായത് പ്രധാന മെമ്മറി അല്ലേ, മെയിൻ മെമ്മറി എന്ന് വെച്ചാൽ പ്രധാന മെമ്മറി ആവർത്തിച്ച് ആക്സസ് ചെയ്യുന്നതിന് ഡാറ്റ സംഭരിക്കുന്നതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഈ ക്യാഷെ മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രധാന മെമ്മറിക്ക് എന്താണ് ആവശ്യമായിട്ട് പ്രധാന മെമ്മറി ആവർത്തിച്ച് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു, ഈ ക്യാഷെ മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പറയാം, ക്യാഷെ മെമ്മറി ഈസ് യൂസ്ഡ് ബൈ ദ CPU for storing the data that are being accessed repeatedly by the main memory അല്ലേ. അതായത് ക്യാഷെ മെമ്മറിക്ക് ക്യാഷെ മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്, പ്രധാന മെമ്മറിക്ക് എന്താണ് ആവർത്തിച്ച് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആക്സസ് ചെയ്യുന്നതിന് ഡേറ്റ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിയാണ് എന്ന് പറയുന്നത് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, instead of accessing data from memory അല്ലേ, instead of accessing data from memory it is stored in the cache for fast access. അതായത് മെമ്മറി എന്താണ്, മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് പകരം വേഗത്തിലുള്ള ആക്സസിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാഷെ മെമ്മറി യൂസ്. നമ്മൾ മെമ്മറിയിൽ പോയിട്ട് എന്ത് ചെയ്യുന്നത്, ആക്സസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തിൽ എടുക്കാനായിട്ട് നമുക്ക് ക്യാഷെ മെമ്മറി വഴി നമുക്ക് വളരെ വേഗത്തിൽ അത് എടുക്കാനായിട്ട് സാധിക്കും. അതായത് മെമ്മറിയിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് പകരം വേഗത്തിലുള്ള ആക്സസിനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ക്യാഷെ മെമ്മറി യൂസ് ചെയ്യുന്നു. It is stored in the cache memory is a small in size but larger than register അല്ലേ. ക്യാഷെ മെമ്മറി എന്ന് പറയുന്നതാണ് വളരെ ചെറുതാണെങ്കിലും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് രജിസ്റ്ററിനേക്കാളും കൂടുതലാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ക്യാഷെ മെമ്മറി എന്ന് പറയുന്നത്. നോക്കിയേ, ക്യാഷെ മെമ്മറി എന്താണ്, വലുപ്പത്തിൽ ചെറുതാണെങ്കിലും രജിസ്റ്ററിനേക്കാൾ എന്താണ്, വലുതാണ്. അപ്പൊ എങ്ങനെ പറയാം നോക്കിയേ, the cache memory is a smaller size but larger than register. cache memory രജിസ്റ്ററിനേക്കാളും എന്താണ്, കപ്പാസിറ്റി അല്ലേ വളരെ വലുതാണ്. കാഴ്ചയിൽ ചെറുതാണെങ്കിലും രജിസ്റ്ററിനേക്കാൾ വളരെ വലുതാണ്. അടുത്ത the size of RAM. അടുത്ത cache memory reduces the average time to access data. എന്താണ് അതിന്റെ അർത്ഥം, അതായത് ക്യാഷെ മെമ്മറിയിൽ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിനുള്ള ശരാശരി സമയം കുറയ്ക്കുന്നു അല്ലേ. ക്യാഷെ മെമ്മറി പ്രത്യേകത എന്താണ്, അതായത് ക്യാഷെ മെമ്മറി റെഡ്യൂസസ് ദ ആവറേജ് ടൈം ടു അക്സസ് ഡേറ്റ ആക്സസ് ചെയ്യുന്നതിനുള്ള ടൈം എന്ത് ചെയ്യുന്നു, ക്യാഷെ മെമ്മറിക്ക് കുറവാണ് അല്ലേ. അതെന്ത് ചെയ്യുന്നു, അതിന് സമയത്തെ കുറയ്ക്കുന്നു. ഒരു എന്താണ് കമ്പ്യൂട്ടർ ഡേറ്റ ആക്സസ് ചെയ്യുന്നതിനുള്ള എന്ത് ചെയ്യുന്നു, ടൈമിനെ എന്ത് ചെയ്യുന്നു, ആവറേജ് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ആ ആക്സസിങ്ങിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് സാധിക്കുന്നു, ഈ ക്യാഷെ മെമ്മറിക്ക് സാധിക്കുന്നു. അപ്പോൾ ക്യാഷെ മെമ്മറി റെഡ്യൂസസ് ദ ആവറേജ് ടൈം ടു ആക്സസ് ദ ഡേറ്റ അല്ലേ. അതായത് എന്താണ്, ക്യാഷെ മെമ്മറി ഡാറ്റ ആക്സസ് ചെയ്യുന്നതിന് ശരാശരി എന്താണ് ഒരു സമയം ടൈം എന്ന് പറയുന്നത് കുറവാണ്. അതിൻ്റെ ആ ഒരു ഡാറ്റ ആക്സസിൻ്റെ ടൈം എന്ന് പറയുന്നത് എന്താണ്, ക്യാഷെ മെമ്മറി അതിനെന്ത് ചെയ്യുന്നു, അതിനൊന്ന് റെഡ്യൂസ് ചെയ്ത് അതിന് ആവറേജ് ഒരു ശരാശരി സമയം ഒരു ടൈമിലേക്ക് അത് മാറ്റുന്നു. അപ്പം എങ്ങനെ പറയാം, ക്യാഷെ മെമ്മറി ഡാറ്റ ആക്സസ് ചെയ്യുന്നതിനുള്ള ശരാശരി സമയം എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു.
അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് എന്തിനാണ്, ഇൻട്രൊഡക്ഷൻ വായിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ആ കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഹയറാർക്കി അല്ലേ, കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറഞ്ഞൊരു ഹയറാർക്കി പോലെയാണ് എന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ഓരോ മെമ്മറി അല്ലേ, ഓരോ മെമ്മറിയെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോയത്. ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 മെമ്മറിയാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? രജിസ്റ്റർ മെമ്മറി ആൻഡ് ക്യാഷെ മെമ്മറി. ഏതൊക്കെയാണ്? രജിസ്റ്റർ മെമ്മറി ആൻഡ് ക്യാഷെ മെമ്മറി. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചു നോക്കിയേ, മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണൊക്കെ. കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത് എന്താണ്? കമ്പ്യൂട്ടർ മെമ്മറി റെഫേഴ്സ് ടു ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് ഏരിയ ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിന്റെ താൽക്കാലിക സംഭരണ മേഖലയാണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ് ഹോൾഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻ അറ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അതായത് CPU-ന് ആവശ്യമായ ഡാറ്റ അല്ലെങ്കിൽ എന്താണ് ഇൻസ്ട്രക്ഷൻ നൽകുന്നത് ആരാണ്? ഈ മെമ്മറിയാണ് അല്ലേ. പിന്നെ നമ്മൾ അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി നമുക്ക് ബിറ്റ്സ് എന്നും ബൈറ്റ്സ് എന്നും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു മോർ കമ്പ്യൂട്ടർ മെമ്മറി ക്യാൻ സ്റ്റോർ മോർ ഇൻഫർമേഷൻ അല്ലേ. കൂടുതൽ കമ്പ്യൂട്ടർ മെമ്മറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ വിവരങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പഠിച്ചത് കമ്പ്യൂട്ടർ മെമ്മറി ഹയറാർക്കിയാണ് അല്ലേ. അപ്പം പറഞ്ഞു എന്താണ്? ദ മെമ്മറി യൂണിറ്റ്സ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണന്റ് ഇൻ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിൻസ് ഇറ്റ് ഈസ് നീഡ്സ് ഫോർ സ്റ്റോറിംഗ് പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ. അതായത് പ്രോഗ്രാമുകളും ഡേറ്റകളും സംഭരിക്കുന്നതിന് മെമ്മറി യൂണിറ്റ് അല്ലേ. മെമ്മറി യൂണിറ്റ് എല്ലാ കമ്പ്യൂട്ടറിനും അല്ലേ, എല്ലാ ഡിജിറ്റൽ കമ്പ്യൂട്ടറിനും എന്താണ് മെമ്മറി യൂണിറ്റ് ആവശ്യമാണ്. പിന്നെ എന്താണ് പഠിച്ചത്? കമ്പ്യൂട്ടർ മെമ്മറി ഹയറാർക്കി ഈസ് എ പിരമിഡ് സ്ട്രക്ചർ ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷോ എ മേജർ ഡിഫറൻസ് എമോങ് ദ മെമ്മറി ടൈപ്സ് അല്ലേ. കമ്പ്യൂട്ടർ മെമ്മറിയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പിരമിഡ് പോലെയാണ് അല്ലേ. എന്താണ്? ഹയറാർക്കി ഈസ് എ പിരമിഡ്. അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് പിരമിഡ് പോലെയാണ്. ദാറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു ഷോ എ മേജർ ഡിഫറൻസ് എമോങ് ദ മെമ്മറി ടൈപ്സ് അല്ലേ. അത് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? അതിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് അതിൻ്റെ കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഒരു പിരമിഡ് പോലെ അതിനെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ ദ മെമ്മറി യൂണിറ്റ്സ് ദ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് CPU കാൾഡ് എ മെയിൻ മെമ്മറി. അപ്പോൾ മെയിൻ മെമ്മറി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദ മെമ്മറി യൂണിറ്റ് ദ ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് CPU-മായി ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെമ്മറിയാണ് നമ്മൾ പറയുന്നത് മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡറി മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ബാക്കപ്പ് സ്റ്റോറേജ് ആർ കാൾഡ് അല്ലേ. അതായത് ബാക്കപ്പ് സ്റ്റോറേജ് നൽകുന്ന മെമ്മറിയാണ് നമ്മൾ എന്ന് പറയുന്നത് സെക്കൻഡറി മെമ്മറി എന്ന് നമ്മൾ പറയുന്നത്. തൽക്കാലം നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം അല്ലെ, അതിനാണ് നമ്മൾ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെമ്മറിയെ കുറിച്ചാണ് സ്റ്റോറേജിന്റെ മെമ്മറിയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതിനെ കുറിച്ചാണ് രജിസ്റ്റർ മെമ്മറി. എന്താണ് രജിസ്റ്റർ മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? രജിസ്റ്റർ മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ എന്താണ്? യൂസ്ഡ് ഫോർ ഹോൾഡിംഗ് ദ ഡേറ്റ ടെമ്പററി അല്ലെ. താൽക്കാലികമായിട്ട് ഡേറ്റകൾ സംഭരിച്ചു വെക്കുന്ന മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് വെരി ഫാസ്റ്റ്. ഡേറ്റ വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു. രണ്ടാമത് പഠിച്ചതാണ് ക്യാഷെ മെമ്മറി അല്ലേ. എന്താണ് ക്യാഷെ മെമ്മറി എന്ന് വെച്ചാൽ? ക്യാഷെ മെമ്മറി ഈസ് യൂസ്ഡ് ബൈ ദ CPU ഫോർ സ്റ്റോറിംഗ് ഡേറ്റ ആൻഡ് ദാറ്റ് ആർ ബീയിങ് ആക്സസ്ഡ് റിപ്പീറ്റ്ലി ബൈ ദ മെയിൻ മെമ്മറി. അതായത് പ്രധാന മെമ്മറിക്ക് ആവർത്തിച്ച് ആക്സസ് ചെയ്യുന്നതിന് ഡാറ്റ സംഭരിക്കുന്നതിന് എന്ത് സഹായിക്കുന്നു? ക്യാഷെ മെമ്മറി സഹായിക്കുന്നു. പിന്നെ എന്താ പറയുക? ഇൻസ്റ്റന്റ് ആക്സസിംഗ് ഡേറ്റ ഫ്രം മെമ്മറി ഇറ്റ് ഈസ് സ്റ്റോർഡ് ബൈ ക്യാഷെ മെമ്മറി ഫോർ വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദ ക്യാഷെ മെമ്മറി ഈസ് എ സ്മോളർ സൈസ് ബട്ട് ലാർജർ ദാൻ രജിസ്റ്റർ. ക്യാഷെ മെമ്മറി എന്ന് പറഞ്ഞാൽ ചെറുതാണെങ്കിലും ഇതിന്റെ രജിസ്റ്ററിനേക്കാൾ വളരെ വലുതാണ്. ക്യാഷെ മെമ്മറി റെഡ്യൂസസ് ദ എന്താണ് ആവറേജ് ടൈം ടു ആക്സസ് ദ ഡേറ്റ അല്ലെ. ഡേറ്റ ആക്സസ് ചെയ്യുന്നതിനുള്ള ടൈം എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു അല്ലെ. റെഡ്യൂസ് ചെയ്യാനായിട്ട് ക്യാഷെ മെമ്മറി സഹായിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യാം? ക്യാഷെ മെമ്മറി വരെ എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് ക്യാഷെ മെമ്മറി വരെ എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റ് റീഡ് ചെയ്ത് സൈൻ ചെയ്തയക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഐറ്റിയുടെ ഹോംവർക്ക്. ടെക്സ്റ്റ് റീഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. മോർണിംഗ് സ്റ്റുഡൻസ്, എന്തു പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഹിന്ദി പഠിക്കാമേ.
ഹിന്ദി ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ എക്സസൈസും ഒക്കെ പറഞ്ഞു തന്നു. നിങ്ങളതെല്ലാം പഠിച്ചു. നമുക്ക് രണ്ടാമത്തെ നമ്മളുടെ ചാപ്റ്റർ തുടങ്ങാം. പേജ് നമ്പർ 7. പേജ് നമ്പർ 7 എടുത്തോ എല്ലാവരും. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. പാഠത്തിന്റെ പേര് ഭക്ത് പോദന. എന്താണ് ഭക്ത് പോദന? നോക്കാം. ഭക്ത് പോദന എന്നുള്ളത് പ്രശസ്തരായിട്ടുള്ള ഒരു കവിയാണ് അല്ലെ. ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കണം. വായിക്കുമ്പോൾ ചില വാക്കുകളൊക്കെ കുറച്ച് വായിക്കാൻ കുറച്ച് കട്ടിയുള്ള വാക്കുകളുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിരിക്കാം കേട്ടോ. നോക്കിക്കോ. भक्त पोदना का जन्म अरुगल्लू के निकट बम्मर नामक गांव में हुआ था। पोदना के पिता का नाम केशन, माता का नाम लेक्कमांबा था। बेटे का नाम मल्लना था। वे 15वीं सदी के प्रमुख कवि था अल्ले. अप्पो എന്താ പറയുന്നത്? ഭക്ത് പോദന का जन्म അർഗല്ലു കെ നികട്ട് ബമ്മർ നാമക് ഗാവ് മേം ഹുവാ താ. നമ്മളുടെ ഭക്ത പോദന എന്നുള്ള പ്രശസ്തനായിട്ട് കവിയുടെ വീട് അല്ലെങ്കിൽ കവി ജനിച്ചത് അർഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് ജനിച്ചത്. അർഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. പോദന കാ പിതാ കാ നാം, പോദനയുടെ അച്ഛന്റെ പേരെന്ന് പറയുന്നത് കേശൻ എന്നും മാതാ കാ നാം, അമ്മയുടെ പേരെന്ന് പറയുന്നത് ലെക്കമാംബയും എന്നാണ്. അപ്പൊ അച്ഛന്റെ പേര് കേശന എന്നും അമ്മയുടെ പേര് ലെക്കമാംബ എന്നും ആണ്. ബേട്ടേക്ക് നാം മല്ലന ഥാ അല്ലെ, മകന്റെ പേര് മല്ലന. എന്താണ്? മല്ലന എന്നും ആണ്. വേ 15वीं सदी के प्रमुख कवि थे. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായിട്ടുള്ള കവികളിൽ ഒരു പ്രശസ്ത പേര് കേട്ട നല്ലൊരു കവിയായിരുന്നു നമ്മളുടെ ഭക്ത് പോദൻ. അപ്പോ അറുഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഗ്രാമപ്രദേശത്തിൽ ജനിച്ചതാണ് ഇദ്ദേഹം. അച്ഛന്റെ പേര് കേശൻ എന്നും അമ്മയുടെ പേര് ലെക്കമാംബയും എന്നാണ്. പിന്നെ മകന്റെ പേര് മല്ലന എന്നും അറിയുന്നു. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവികളിൽ പ്രശസ്തരായിട്ടുള്ള ഒരു കവിയായിരുന്നു നമ്മളുടെ ഭക്ത പോദൻ. ഓക്കെ, അപ്പൊ ഇന്നൊന്നിട്ട് പറയട്ടെ, ഒന്നിട്ട് വായിക്കാം. നോക്കിക്കേ. ഭക്ത് പോദന കാ ജന്മ അർഗല്ലു के निकट बम्मर नामक गांव में हुआ था। पोदना के पिता का नाम केशन, माता का नाम लेक्कमांबा था। बेटे के नाम मल्लना था। वे 15वीं सदी के प्रमुख कवि थे അല്ലെ. അർഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്ന ഗ്രാമപ്രദേശത്തിൽ ജനിച്ചു. പിന്നെ അച്ഛന്റെ പേര് കേശൻ എന്നും അമ്മയുടെ പേര് ലെക്കമാംബയും എന്നാണ്. മകന്റെ പേരെന്ന് പറയുന്നത് മല്ലന എന്ന്. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായിട്ടുള്ള കവികളിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയായിരുന്നു നമ്മളുടെ ഭക്ത പോദൻ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. അടുത്ത് നോക്കിയേ, അടുത്ത പാരഗ്രാഫ് നോക്കിയേ. പോദന കാ ജന്മ സാധാരണ പരിവാർ മേം ഹുവാ താ. നമ്മളുടെ ഈ ഭക്തപോദന്റെ വീട് അല്ലെ, അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അല്ലെ. ഒരുപാട് പൈസയുള്ള അല്ലെങ്കിൽ പണമുള്ള അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള കുടുംബമൊന്നുമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളവർ. खेती करना ही उनके परिवार का पेशा था. വീട്ടിലെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. കൃഷി ചെയ്താണ് അവരെന്ത് ചെയ്തത്? കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. पहले पहल उन्होंने भोगिनी दंडകം नामक काव्य की रचना की അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം അദ്ദേഹം ഭോഗിനി ദണ്ഡക് എന്നുള്ള ഒരു കവിത രചിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ആദ്യം രചിച്ച കവിതയാണ് ഭോഗിനി ദണ്ഡകം. എന്താണ്? ഭോഗിനി ദണ്ഡകം. उस ग्रंथ के महाराज സർവജ്ഞ സിംഹ് ഭൂപാൽ को സമർപ്പിത് कर दिया था. അദ്ദേഹം ഈ കവിത രചിച്ചതിന് ശേഷം, നമ്മുടെ ഈ ഭോഗിനി ദണ്ഡകം എന്നുള്ള കവിത രചിച്ചതിന് ശേഷം അന്നത്തെ നാട് ഭരിച്ചിരുന്ന മഹാരാജാവായിട്ടുള്ള സർവജ്ഞ സിംഹ ഭൂപാൽ, എന്താണ്? സർവജ്ഞ സിംഹ ഭൂപാൽ എന്നുള്ള മഹാരാജാവിന് അദ്ദേഹം സന്തോഷത്തോടെ തന്റെ കവിത എന്ത് ചെയ്തു? സമ്മാനമായിട്ട് കൊടുത്തു. കേട്ടോ? അതൊന്നുകൂടെ വായിക്കാം.
पोदना का जन्म साधारण परिवार में हुआ था. നമ്മുടെ ഭക്ത പോതന്റെ ജന്മ സ്ഥലം വീടെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബം, സാധാരണ കുടുംബമായിരുന്നു. खेती करना ही उनके परिवार का पेशा था. കൃഷിയായിരുന്നു അവരുടെ വീടിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. पहले पहल उन्होंने भोगिनी दंडकम नामक काव्य की रचना की. അദ്ദേഹം ആദ്യമായിട്ട് ഭോഗിനി ദണ്ഡകം എന്നുള്ളൊരു കവിത രചിച്ചു. ആ കവിത രചിച്ചതിന് ശേഷം उस ग्रंथ को महाराजा सर्वज्ञ सिंह भूपाल को समर्पित कर दिया था. അന്നത്തെ നാട് ഭരിച്ചിരുന്ന മഹാരാജാവായിട്ടുള്ള സർവജ്ഞ സിംഹ ഭൂപാലിന് അദ്ദേഹം എന്ത് ചെയ്തു? ഈ കവിത സമ്മാനമായിട്ട് സമർപ്പിച്ചു. മനസ്സിലായോ? ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായോ? डाउट ഒന്നും ഇല്ലേ? അടുത്തത് പഠിക്കാമേ, നോക്കിയേ. एक दिन पोदना को ध्यान में भगवान राम का दर्शन हुआ. അല്ലെ, ഒരു ദിവസം നമ്മളുടെ ഈ ഭക്തബോധൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈശ്വരൻ അല്ലെ, രാമൻ അല്ലെ, കൃഷ്ണന്റെ അവതാരം അല്ലെ, ദർശനം ഉണ്ടായി. ദർശനം എന്ത് ആർക്കുണ്ടായി? നമ്മുടെ ഈ ഭക്തബോധന് ഉണ്ടായി. ഭഗവാൻ के आदेश दिया कि ഭാഗവത് को തെലുങ്കു में അനുവാദ കരോ. അപ്പോ ഭഗവാൻ നമ്മുടെ ഈ ഭക്തബോധന്റെ ധ്യാനത്തിൽ വന്ന് പറയുന്നത് എന്താണ്? ആ ഭാഗവതം തെലുങ്കു ഭാഷയിലോട്ട് എന്ത് ചെയ്യുക? വിവർത്തനം ചെയ്യാനായിട്ട് പറയുന്നു, തെലുങ്കു ഭാഷയിലോട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു. पोदना ने यह काम अपना भाग्य समझकर इस प्रकार सोच लिया लिखाने वाले ഗ്രന്ഥ ഭാഗവതം ഹേ. അപ്പോൾ ഇത്തരത്തില് ഇത്രയും മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും എന്താണ് ചൈതന്യമൊക്കെയുള്ള നമ്മളുടെ ഈ ഭാഗവതം തെലുങ്കു ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യുക എന്നുള്ളത് തന്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് അദ്ദേഹത്തിന് തോന്നി അല്ലെ. അപ്പൊ അദ്ദേഹം സന്തോഷത്തോടു കൂടി ഈശ്വരൻ പറഞ്ഞ എന്ത് ആ ധ്യാനത്തിൽ വന്ന് പറഞ്ഞത് എന്ത്? ഈ ഭാഗവതം എന്നുള്ള നമ്മളുടെ ഈ പുണ്യ ഗ്രന്ഥം തെലുങ്കു ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യാനായിട്ട് നമ്മളുടെ ഭക്തബോധൻ എന്ത് ചെയ്തു? തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒന്നുകൂടെ പറയാം, അത് നോക്കിയ പാരഗ്രാഫ്. एक दिन पोदना को ध्यान में ഭഗവാൻ രാമ കാ ദർശൻ ഹുവ. അല്ലെ, ഒരു ദിവസം ധ്യാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഭക്തബോധന്റെ അടുത്തോട്ട് ഭഗവാൻ രാമൻ വന്ന് എന്ത് പറയുകയാണ്? നമ്മുടെ ഭാഗവതം, നമ്മുടെ പുണ്യഗ്രന്ഥമായിട്ടുള്ള ഭാഗവതം തെലുങ്കു ഭാഷയിലൂടെ കൂടെ വിവർത്തനം ചെയ്യാനായിട്ട് പറയുന്നു. ഭഗവാൻ ने आदेश दिया कि भागवत को तेलुगु में अनुवाद करो. അല്ലെ, ഭഗവാന്റെ ആവശ്യം എന്തായിരുന്നു? ഈ ഭഗവതം തെലുഗു ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യുക എന്നുള്ളത്. पोदना ने यह काम अपना भाग्य समझकर इस प्रकार सोच लिया लिखने वाले ഗ്രന്ഥ ഭാഗവതം ഹേ. അല്ലെ, അങ്ങനെ ഇത്തരത്തില് ഈ പുണ്യഗ്രന്ഥമായിട്ടുള്ള ഭാഗവതം ഇങ്ങനെ വിവർത്തനം ചെയ്യുന്നതിലൂടെ തന്റെ ജീവിതത്തിന് വളരെയധികം വലിയൊരു ഭാഗ്യമാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമ്മുടെ ഭക്തബോധന് മനസ്സിലായി. लिखाने वाले श्री रामचंद्र जी हैं. इससे मेरा जन्म सार्थक हो जाएगा. അല്ലെ, ഇത്തരത്തില് എന്റെ ജീവിതം എന്താണ്? ഇങ്ങനെ ഈ ഒരു പുണ്യഗ്രന്ഥം വിവർത്തനം ചെയ്യുന്നതിലൂടെ, ഈ ഭാഗവതം എഴുതുന്നതിലൂടെ എന്റെ ജന്മം എന്താണ്? വളരെ ഒരു അർത്ഥമുള്ളതായി മാറുന്നു അല്ലെ. ഞാൻ ജനിച്ചത് തന്നെ ഒരു അർത്ഥമുള്ളൊരു ജീവിതം എനിക്ക് ഈ ഒരു ഗ്രന്ഥം എഴുതുന്നതിലൂടെ കിട്ടും. പാപ് മീത് ജായേങ്ക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്ത എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും പാപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ എന്ത് ചെയ്യും? അങ്ങ് മാഞ്ഞു പോകും. भक्त पोदना बधुर शैली में भागवत ग्रंथ की रचना सफलता पूर्वक कर रहे थे की एक घटना कड़ी. അല്ലെ, അതായത് ഈ ഒരു സംഭവത്തിന് ശേഷം എന്താണ്? ഇങ്ങനെ ഈ ഒരു ധ്യാനത്തിൽ വന്ന് ഈശ്വരൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം ഭക്തബോധൻ എന്ത് ചെയ്യുകയാണ്? തന്റെ ശൈലിയില് ഭാഗവത ഗ്രന്ഥം എന്താണ് വിജയകരമായിട്ട് എഴുതാനായിട്ട് തുടങ്ങി അല്ലെ. അതായത് തന്റെ ഭാഷയിലൂടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ധ്യാനത്തിൽ വന്ന് ഭഗവാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം നമ്മുടെ ഭക്തബോധൻ തന്റെ ശൈലിയിൽ, താൻ എഴുതുന്ന കവിതയുടെ തന്റെ ശൈലിയിൽ വളരെ മനോഹരമായിട്ട് എന്ത് എഴുതാൻ തുടങ്ങി? നമ്മളുടെ ഭാഗവതം എഴുതാനായിട്ട് തുടങ്ങി. ഏക് ദിൻ പോദന ഗജേന്ദ്ര മോക്ഷം കി കഥ ലിഖ് രഹേ थे. ഒരു ദിവസം നമ്മളുടെ ഈ ഭക്തബോധൻ ഗജേന്ദ്ര മോക്ഷം എന്നുള്ളൊരു ഭാഗം അല്ലേ, അത് ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ നോക്കിയേ, കഥ ഇസ് പ്രകാർ ഹേ.
ഇത്തരത്തിലാണ് കഥ എഴുതുന്നത്. എങ്ങനെയാണ്? ഏക് ഹാത്തി പാനി പീനെ കെ ലിയെ നദി മേം ഉധര അല്ലെ. ഒരു ദിവസം എന്ത് ചെയ്യുകയാണ്? ഒരു ആന എന്ത് ചെയ്യാണ്? ഒരു നദിയില് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോ നമ്മളുടെ ഭക്തബോധൻ എന്ത് എഴുതുകയാണ്? നമ്മളുടെ ഈ ഭാഗവതത്തിലെ ഒരു ഭാഗം ഗജേന്ദ്ര മോക്ഷം എന്നുള്ള ഒരു ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കൊണ്ടിരുന്നപ്പോ എന്താണ് കഥ ഇങ്ങനെയാണ് എഴുതി തുടങ്ങുന്നത്. ഒരു ആന എന്ത് ചെയ്യുകയാണ്? നദിയിലോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. एक दिन पोदना ഗജേന്ദ്ര മോക്ഷം की കഥ ലിഖ് രഹേ थे. ഒരു ദിവസം അദ്ദേഹം ഗജേന്ദ്ര മോക്ഷം എന്നുള്ള ഭാഗം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഥ ഇസ് പ്രകാർ ഹേ. കഥ ഇങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. എങ്ങനെയാണ്? ഏക് ഹാത്തി പാനി പീനെ കെ ലിയെ നദി മേം ഉദര. ഒരു ദിവസം ഒരാന വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള നദിയിലോട്ട് പോവുകയായിരുന്നു. एक मगर ने उसके पैर को पकड़ा लिया അല്ലെ. ഒരു മുതല പെട്ടെന്ന് അയാളുടെ കാലിൽ എന്ത് ചെയ്തു? കടിക്കുന്നു അല്ലെ. അയാളുടെ കാൽ എന്ന് പറഞ്ഞാൽ ആനയുടെ കാലിലോട്ട് എന്ത് ചെയ്യുകയാണ്? വെള്ളം കുടിക്കാൻ നദിയിലോട്ട് ഇറങ്ങിയ ആനയുടെ കാലിലോട്ട് ഒരു വലിയ മുതല അല്ലെ. മുതല എന്ത് ചെയ്യുകയാണ്? കടിച്ചു അല്ലെ. മഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുതല എന്നാണ് അർത്ഥം കേട്ടോ. മുതല എന്ത് ചെയ്തു? കടിച്ചു. मगर से सामना करता रहा, उसकी सारी शक्ति हो गई. हाथी भगवान विष्णु से നിവേദന കർണ ലഗ അല്ലെ. അപ്പോ ഈ ആനയും മുതലയും തമ്മിൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖീകരിക്കുകയാണ്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അതിന് നേർക്ക് നേരിൽ നിന്ന് എന്ത് ചെയ്യണം? അതിനെ അഭിമുഖീകരിക്കണം. അല്ലാതെ പേടിച്ച് ഓടിപ്പോകാതെ എന്ത് ചെയ്യുക? അതിനെ തരണം ചെയ്യാനായിട്ട് നോക്കുക അല്ലെ. അപ്പൊ നമ്മുടെ ആന ഈ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്ക് കാലിന് മുതല കടിച്ചപ്പോ ആനയും മുതലയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ബലം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ആന രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അവസാനം നമ്മുടെ ആന എന്ത് ചെയ്തു? അങ്ങ് ക്ഷീണിച്ചു അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തൊക്കെ നിർത്തി ആന ക്ഷീണിച്ചപ്പോ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് എന്ത് ചെയ്യുകയാണ്? ആന പ്രാർത്ഥിക്കുകയാണ്. തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ പറയാം. एक दिन पोदना ഗജേന്ദ്ര മോക്ഷം की कथा लिख रहे थे. ഒരു ദിവസം അദ്ദേഹം ഭാഗവതം എഴുതിക്കൊണ്ടിരിക്കുന്നതിനകത്ത് തന്നെ ഗജേന്ദ്ര മോക്ഷം എന്നുള്ള ഭാഗം എഴുതുകയായിരുന്നു. കഥ ഇസ് പ്രകാർ ഹേ. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഏക് ഹാത്തി പാനി പീനെ കെ ലിയെ നദി മേം ഉതര. ഒരു ആന അടുത്തുള്ള നദിയിലോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഏക് മഗർ ने उसके पैर को पकड़ा लिया. ഒരു മുതല പെട്ടെന്ന് വന്ന ആനയുടെ കാലിൽ എന്ത് ചെയ്തു? കടിച്ചു. हाथी मगर से सामना करता रहा, उसकी सारी शक्ति क्षीण हो गई. हाथी भगवान विष्णु से निवेदन करने लगे. അങ്ങനെ ആനയും മുതലയും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? പോരാടുകയാണ്. പോരാടി അവസാനം ആന ഒരുപാട് ക്ഷീണിച്ചപ്പോ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്റെ ജീവൻ രക്ഷിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. उस पद्य को वहीं पर विराम देकर उसकी पूर्ति बाद में करने के उद्देश्य से भक्त पोदना बाहर चले गए. അതേസമയം എന്താണ്? ഈ അദ്ദേഹം എഴുതിക്കൊണ്ട് നിന്ന ആ വാക്യം, അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ട് നിന്ന ആ ഭാഗം അവിടെ വെച്ച് നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ബാക്കി കാര്യം എന്താണ്? എഴുതി പൂർത്തിയാക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ്? ഒരു പോവുകയാണ്. भगवान राम ही पोदना के रूप में उसके घर आकर उस पद्य की पूर्ति करके चले गए അല്ലെ. അതേസമയം നമ്മളുടെ ശ്രീരാമ ഭഗവാൻ അല്ലെ, നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്തു? ഈ ഭക്തബോധന്റെ വീട്ടിലോട്ട് വന്നു. ആരുടെ വേഷത്തിൽ വന്നു? ഭക്തബോധന്റെ തന്നെ വേഷത്തില് നമ്മുടെ ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ബാക്കി വാക്യം അല്ലെ, ആ കവിത, ഒരു ഭാഗവതം എഴുതാനുള്ള ബാക്കി വാചകങ്ങളും മറ്റും എന്ത് ചെയ്തു? എഴുതി പൂർത്തിയാക്കി വെച്ചു. पोदना ने कर वापस आकर देखा तो पद्य की पूर्ति हो चुकी थी. वह बहुत चकित हो गए. അപ്പൊ നമ്മുടെ പോദന തിരിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോ അദ്ദേഹം എഴുതി നിർത്തിയതിന്റെ ബാക്കിയായിട്ട് ആരോ എന്ത് ചെയ്തു? മുഴുവനും എഴുതി ആ ഭാഗവതം എഴുതി പൂർത്തിയാക്കിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അത് കണ്ടപ്പോൾ നമ്മുടെ ഭക്തബോധന വളരെയധികം ആശ്ചര്യം തോന്നി അല്ലേ. കാരണം താൻ എഴുതിയിട്ട് പോയതിനേക്കാളും പിന്നെ കൂടുതലായിട്ട് എന്താണ് അതിനകത്ത് എഴുതി അത് പൂർത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കണ്ടത്. ആ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഭക്തബോധന വളരെയധികം ആശ്ചര്യം അല്ലയോ, വളരെയധികം ഞെട്ടിക്കാണും അല്ലെ എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ അത്ര എഴുതി വെച്ചിട്ട് പോയതാണ് ഭക്തബോധന അല്ലേ.
ആന ഈശ്വരനെ വിളിച്ച് കരയുന്നത് വരെയാണ് എഴുതി പോയത്. ബാക്കി ഫുള്ള് എന്ത് ചെയ്താണ്, എഴുതി പൂർത്തിയാക്കിയിരിക്കുകയാണ് അല്ലെ. ആ ഒരു കാഴ്ച കണ്ടപ്പോ നമ്മളുടെ ഈ ആർക്ക് ഭക്തബോധന് ഒരുപാട് വലിയ സന്തോഷവും ആശ്ചര്യവും ഒക്കെ തോന്നി. भक्तबोधना का भगवत में श्री कृष्ण बाल लीलाओं को गजेंद्र मोक्षम प्रहलाद चरितम आदि घटनाओं को सफलता पूर्वक पूरा कर दिया था अल्ले നമ്മളുടെ ഈ ഭക്തബോധന്റെ ഭാഗവതത്തില് കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ അല്ലെ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളും അതുപോലെ ഗജേന്ദ്ര മോക്ഷം അതുപോലെ പ്രഹ്ലാദ ചരിതം ഈ ഭാഗങ്ങളെല്ലാം നമ്മളുടെ ഈ ഭക്തബോധന്റെ ഭാഗവതത്തില് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉൻഹോനെ കിസി രാജാക്കോ ആശ്രയ മേംനെ रहकर സാധാരണ കിസാൻ की तरह अपना जीवन ഗുജാര അല്ലെ. അദ്ദേഹം ഇത്രയും വലിയ ഒരു പേര് കേട്ട കവിയായിട്ട് പോലും അദ്ദേഹം ഒരു രാജാവിന്റെയും അഭയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിൽ പോയിട്ട് ഒന്നും താമസിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നമ്മുടെ ഭക്തബോധൻ ഒരു രാജാവിന്റെ അഭയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തിലോ ഒന്നും പോയി താമസിക്കാനായിട്ട് നമ്മളുടെ ഈ ഭക്തബോധൻ എന്ത് ചെയ്യില്ല, സമ്മതിച്ചില്ല. പകരം എന്ത് ചെയ്തു, അദ്ദേഹം എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അല്ലെ, ഒരു സാധാരണ കൃഷിക്കാരന്റെ വീട്ടിൽ അല്ലെങ്കിൽ സാധാരണ കൃഷിപ്പണിക്കാരാണ് അവരുടെ വീട്ടിലുള്ള എല്ലാവരും, അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്തു, കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തത്, മുന്നോട്ട് ജീവിച്ചത്. ഉസ് ഗ്രന്ഥ കോ രാം കോ ഹി ഉൻഹോനെ സമർപ്പിത് കിയ. അദ്ദേഹം ആ പുസ്തകം ആർക്ക് സമർപ്പിച്ചു, ഭഗവാൻ ശ്രീകൃഷ്ണന് രാമനെ തന്നെ എന്ത് ചെയ്തു, സമർപ്പിക്കുക തന്നെ ചെയ്തു. കണ്ടോ, അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ വന്ന് ഭഗവാൻ ഞാൻ എന്ത് ചെയ്തത്, ഇതുപോലെ ഭാഗവതം എഴുതാനായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം തന്റെ ഭാഗവതം എഴുതി പൂർത്തിയാക്കിയതിനു ശേഷം അത് ഭഗവാന് തന്നെ എന്ത് ചെയ്തു, സമർപ്പിക്കുകയാണ്. ഭഗവാന് തന്നെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്, വേറെ ആർക്കും കൊടുത്തില്ല. കണ്ടോ, അപ്പം ടീച്ചർ അത് ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കാം, നോക്കിക്കോ. ഭക്തബോധന കാ ജൻ അറുഗലു के निकट बम्ब नामक गांव में हुआ था. बोधना के पिता का नाम केशन, माता का नाम लेक्कमांबा था. बेटे के नाम मल्लना था. वे 15वीं सदी के प्रमुख कवि अल्ले. അദ്ദേഹം അറുഗല്ലുവിനടുത്തുള്ള ബമ്മർ എന്നുള്ള ഒരു ഗ്രാമപ്രദേശത്തിലാണ് നമ്മുടെ ഭക്തബോധൻ ജനിച്ചത്. അച്ഛന്റെ പേരെന്ന് പറഞ്ഞ കേശനും അമ്മയുടെ പേര് ലക്കമാമ്പ എന്നുമാണ്. മകന്റെ പേര് മല്ലന എന്നും ആയിരുന്നു. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്തരായിട്ടുള്ള കവികളിൽ ഒരു പ്രശസ്ത കവി തന്നെ ആയിരുന്നു നമ്മളുടെ ഭക്തബോധൻ. बोधना का जन्म साधारण परिवार में हुआ था. നമ്മളുടെ ഈ ഭക്തബോധന്റെ ജന്മ വീടെന്ന് പറയുന്നത് സാധാരണ കുടുംബം ആയിരുന്നു. खेती करना हो उनके परिवार का पेशा था അല്ലെ, തന്റെ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. पहले पहल उन्होंने भोगिनी दंडक नामक काव्य की रचना की. उस ग्रंथ को महाराज सर्वज्ञ सिंह भोपाल को समर्पित कर दिया था. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു കവിത ഏതാണ്, ഭോഗിനി ദണ്ഡകം എന്നുള്ളത് രചിച്ചതിന് ശേഷം അന്നത്തെ നാട് ഭരിച്ചിരുന്ന മഹാരാജാവായിട്ടുള്ള സർവജ്ഞ സിംഹ ഭൂപാൽ എന്നുള്ള മഹാരാജാവിന് അത് സമർപ്പിച്ചു. एक दिन बोधना को ध्यान में भगवान राम का दर्शन हुआ. ഒരു ദിവസം നമ്മുടെ ഭക്തബോധൻ ഇങ്ങനെ ധ്യാനത്തിൽ മുഴുകിയിരുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദർശനം ഉണ്ടായി. भगवान ने आदेश दिया कि भागवत को तेलुगु में अनुवाद करो. बोधना ने यह काम अपना भाग्य समझकर इस प्रकार सोच लिया, ये वाले ग्रंथ भागवतम है अल्ले. അപ്പോ അദ്ദേഹത്തിന്റെ ധ്യാനത്തിൽ വന്ന് പറഞ്ഞത് പ്രകാരം അദ്ദേഹം തെലുഗു ഭാഷയിലോട്ട് എന്ത് ഭാഗവതം വിവർത്തനം ചെയ്യാനായിട്ട് അദ്ദേഹം ധ്യാനത്തിൽ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെ ധ്യാനത്തിൽ കണ്ട കാര്യം അദ്ദേഹം ഓർത്തിട്ട് പറയാണ്, അങ്ങനെ ഭാഗവതം രചിക്കുന്നതിലൂടെ തന്റെ ജീവിതം വളരെയധികം എന്താണ് ധന്യമായി തീരും. ലിഖാനെ വാലെ ശ്രീ രാമചന്ദ്ര ജി ഹൈ. അങ്ങനെ इससे मेरा जन्म सार्थक हो जाएगा. എന്റെ ജീവിതം ഇങ്ങനെ വളരെ ഒരു അർത്ഥവത്തുള്ളതായി മാറുകയും പാപം മിറ്റ് ജായേഗ, ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും ഇല്ലാതാവുന്നു. भक्तबोधन मधुर शैली में भागवत ग्रंथ की रचना सफलता पूर्वक कर रहे थे कि एक घटना
ഘട്ന ഗടി അല്ലെ ഇങ്ങനെ എന്താണ് ഭാഗവതം എഴുതുവാൻ വേണ്ടിയിട്ട് അല്ലെ നമ്മളുടെ ഭക്തബോധൻ എന്താണ് തന്റെ ശൈലിയിൽ താൻ കവിത രചിക്കുന്ന തന്റെ ശൈലിയിൽ ഇങ്ങനെ ഭാഗവതം എഴുതുവാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്നു. एक दिन पोदन गजेंद्र मोक्षम की कथा लिख रही थी. कथा इस प्रकार है. एक हाथी पानी पीने के लिए नदी में उतरा. അല്ലെ അപ്പോൾ തന്റെ ഭാഗവതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഗജേന്ദ്ര മോക്ഷം. അങ്ങനെ അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കഥ തുടങ്ങുന്നത് ഒരു ആന അടുത്തുള്ള നദിയിലോട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു. एक मगर ने उसके पैर को पकड़ा लिया. പെട്ടെന്ന് ഒരു മുതല വന്ന് ഈ ആനയുടെ കാലിൽ കടിക്കുന്നു. उसकी सारी शक्ति क्षीण हो गई. हाथी भगवान विष्णु से निवेदन करने लगे. അപ്പോൾ ഇങ്ങനെ മുതലയും ആനയും തമ്മിൽ പോരാടി നമ്മുടെ ആന എന്ത് ചെയ്യുന്നു ഒരുപാട് ക്ഷീണിച്ചിട്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനോട് വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. उस पद्य को वहीं पर विराम देकर उसकी पूर्ति बाद में करने के उद्देश्य से भक्त बोधन बाहर चले गए. അല്ലെ ഇങ്ങനെ ബാക്കിയുള്ള കഥ എഴുതി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഭക്തബോധൻ എന്ത് ചെയ്യുകയാണ് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു कहते हैं कि भगवान राम की पोतना के रूप में मुस्के कर आकर उस पद्य की पूर्ति करके चले गए. ഇങ്ങനെ താൻ ഭക്തബോധൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്ത് ചെയ്യുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭക്തബോധനയുടെ വേഷത്തിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വരികയും അദ്ദേഹം എഴുതി വെച്ചതിന് ബാക്കിയായിട്ട് ആ ഭാഗവതം എഴുതി പൂർത്തിയാക്കുകയും ചെയ്യുന്നു. पोदना ने घर वापस आकर देखा तो पद्य की पूर्ति हो चुकी थी. ചക്കിത് ഹോഗയെ അല്ലെ അപ്പോൾ പോതന തിരിച്ച് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കണ്ടത് താൻ എഴുതി നിർത്തിയതിന്റെ ബാക്കിയായിട്ട് എല്ലാം എഴുതി പൂർത്തിയാക്കി വെച്ചിരിക്കുന്ന ഭാഗവതമാണ് അല്ലെ. ഇത് കണ്ടപ്പോൾ നമ്മുടെ ഭക്തബോധന വളരെയധികം ആശ്ചര്യം തോന്നി. भक्तबोधना का भागवत में श्री कृष्ण बाल लीलाओं को गजेंद्र मोक्षम प्रहलाद चरितम आदि घटनाओं को सफलता पूर्वक पूरा कर दिया. അല്ലെ തന്റെ ഭഗവതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ശ്രീകൃഷ്ണന്റെ ലീലാവിലാസങ്ങളും അതുപോലെ ഗജേന്ദ്ര മോക്ഷം അതുപോലെ തന്നെ പ്രഹ്ലാദ ചരിതം ഇതൊക്കെയാണ് ആ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതെല്ലാം വളരെയധികം നല്ല രീതിയിൽ തന്നെ എഴുതി പൂർത്തിയാക്കി അദ്ദേഹം. उन्होंने किसी राजा आश्रय में रहकर साधारण किसान की तरह अपना जीवन गुजारा. അല്ലെ അത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പോലും അദ്ദേഹം ഒരു രാജാവിന്റെ കൊട്ടാരത്തിനാവട്ടെ അല്ലെങ്കിൽ ഒരു രാജ കുടുംബത്തിലാവട്ടെ ഒന്നും അദ്ദേഹം പോയി താമസിച്ചില്ല. താൻ എങ്ങനെയാണോ പഴയതുപോലെ ജീവിച്ചത് കൃഷിയിലൂടെ തന്നെ കൃഷി ചെയ്ത് തന്നെ അദ്ദേഹം വീണ്ടും ജീവിച്ചു. उस ग्रंथ को राम की ही उन्होंने समर्पित किया. അദ്ദേഹം അത് എഴുതി ഒരു രാജാവിനും അത് സമർപ്പിച്ചില്ല. ഭഗവാൻ അല്ലെ ഭഗവാനാണ് ധ്യാനത്തിൽ വന്ന് അദ്ദേഹത്തിനോട് എഴുതാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹം ഭഗവാന് തന്നെ എന്ത് ചെയ്തു സമർപ്പിക്കുകയാണ് ചെയ്തത്. കണ്ടോ ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പാഠം ഭക്തബോധൻ. കണ്ടോ അപ്പൊ നമ്മളുടെ പാഠം അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ കഥ. എളുപ്പം ഉള്ളൊരു ഭാഗമായിരുന്നു അല്ലയോ. അപ്പൊ ഇനി അടുത്ത പേജ് ഒന്ന് എടുത്തേ. അടുത്ത പേജ് എടുക്കുമ്പോ അതില് നമ്മളുടെ എന്തുണ്ട് ശബ്ദ അല്ലെ മീനിങ്സ് ഹിന്ദി വേർഡ്സും ഇതിന്റെ ഇംഗ്ലീഷ് മീനിങ്ങും ഉണ്ട്. കണ്ടോ പേജ് നമ്പർ 8. പേജ് നമ്പർ 8 എടുക്കുക. ഡാണ്ടേ ഇവിടെ കിടക്കുന്ന ഇത് കണ്ടോ നോക്കിയേ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജന്മം അല്ലെ. ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ബർത്ത് അല്ലെ ജനിക്കുക. ജന്മം എന്ന് പറഞ്ഞാൽ ബർത്ത്. രണ്ടാമത്തേത് ആദേശ് ഓർഡർ അല്ലെ കൽപ്പിക്കുക പറയുക എന്നൊക്കെയുള്ളത് അല്ലെ. ഓർഡർ ചെയ്യുക. നമ്മൾ കടകളിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഓർഡർ ചെയ്യത്തില്ലേ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ വാങ്ങത്തില്ലേ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ പറയുന്നല്ലോ ഓർഡർ ചെയ്യുക. അനുവാദം. അനുവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ലേഷൻ അല്ലെ വിവർത്തനം ചെയ്യുക. നമ്മൾ പറഞ്ഞു തെലുങ്ക് ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതുപോലെ ട്രാൻസ്ലേഷൻ ഒന്നിൽ നിന്ന് മറ്റൊരു ഭാഷയിലോട്ട് വിവർത്തനം ചെയ്യുക അതിനെ മാറ്റുക. ഡബിങ് നമ്മൾ ഇപ്പൊ പറയത്തില്ലേ ചില സിനിമകളൊക്കെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലോട്ട് മാറ്റി എന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലെ ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലോട്ട് മാറ്റുക ട്രാൻസ്ലേഷൻ. പിന്നെ പറയുന്നത് മഗർ അല്ലെ ക്രിക്കോഡൈൽ അല്ലെ പറഞ്ഞില്ലേ മുതല ആനയുടെ കാലിൽ കടിച്ചെന്നാരും പറഞ്ഞില്ലേ. പിന്നെ പറയുന്നത് സാധാരണ അല്ലെ ഓർഡിനറി അല്ലെ സാധാരണക്കാരായിട്ടുള്ള ജീവൻ ഓർഡിനറി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. പിന്നെ പറയുന്നത് आवश्यकता
അല്ലെ, നീഡ്, നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് വേണം, അങ്ങനെയൊക്കെയുള്ളതാണ് ആവശ്യകത അല്ലെ, നീഡ് വേണം. സമർപ്പിത്, ഡെഡിക്കേറ്റഡ്, സമർപ്പിത് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ്. നമ്മള് പണ്ട് ഈ നിങ്ങൾക്ക് ചാനലിലൊക്കെ പറയും, നമ്മൾ ഒരു പാട്ട് ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നല്ലോ, അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു അല്ലെ, മലയാളത്തിൽ സമർപ്പിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ സമർപ്പിത് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ്, നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്നു. പിന്നെ പറയുന്നത് പരിവാർ, പരിവാർ എന്ന് പറഞ്ഞാൽ ഫാമിലി, കുടുംബം അല്ലെ, നമ്മളുടെ വീട്. കിസാൻ, ഫാമർ, കൃഷിക്കാർ അല്ലെ, കൃഷിപ്പണിക്കാര്, കൃഷി ചെയ്യുന്ന ആളുകൾ. ഹാത്തി, എലിഫന്റ്, അതറിയാലോ, ആന. പദ്യ, പോയം, നമ്മൾ മലയാളത്തിൽ പറയും പദ്യം അല്ലെ, അതായത് പോയം അല്ലെ, കവിത. ചക്കിത്ത് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് അല്ലെ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമ്മാനം, നമ്മൾ പല വളരെ വലിയൊരു സർപ്രൈസ് ആയി പോയത് അല്ലെ എന്ന് പറയത്തില്ലേ, അതായത് എന്താണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന്. പിന്നെ പറയുന്നത് ഭാഗ്യ, ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലക്ക് അല്ലെ, ഭാഗ്യം, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അവര് ഭയങ്കര ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് എന്ന് പറയത്തില്ലേ, ലക്ക്, വിധി എന്നൊക്കെ പറയും. ഘട്ന എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ്, ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമ്മളൊരു ഇത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയി, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായി പോയി എന്നൊക്കെ പറയത്തില്ല, അപ്പൊ അതാണ് ഇൻസിഡന്റ്, ഒരു കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നതൊക്കെയാണ് ഇൻസിഡന്റ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫസ്റ്റ് പറഞ്ഞത് ജന്മ, ജന്മം എന്ന് പറഞ്ഞാൽ ബർത്ത്. പിന്നെ ആദേശ്, ഓർഡർ, നമ്മൾ എന്തെങ്കിലും വേണമെങ്കിൽ പറയുക, ഓർഡർ. പിന്നെ അനുവാദ്, ട്രാൻസ്ലേഷൻ, ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് വിവർത്തനം ചെയ്യുക എന്നൊക്കെയുള്ള മീൻ. പിന്നെ മകർ എന്നൊരു ക്രൊക്കോഡൈൽ, മുതല. പിന്നെ സാധാരണ എന്ന് പറഞ്ഞാൽ ഓർഡിനറി, സാധാരണക്കാരായിട്ടുള്ള വീട് അല്ലെങ്കിൽ സാധാരണ കുടുംബം. ആവശ്യകത എന്ന് പറഞ്ഞാൽ നീഡ്, നമുക്ക് എന്തെങ്കിലും വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്, അതൊക്കെയാണ് ആവശ്യകത. സമർപ്പിത് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റ്, നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. പരിവാർ, ഫാമിലി, കുടുംബം. കിസാൻ, ഫാമർ, കൃഷിക്കാര്, കൃഷിപ്പണിക്കാര്. ഹാത്തി, എലിഫന്റ്, ആന. പദ്യം എന്ന് പറഞ്ഞാൽ പോയം, കവിത. ചക്കിറ്റ്, സർപ്രൈസ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. ദെൻ ഭാഗ്യ, ലക്ക്, അതായത് ഭാഗ്യം അല്ലെ, വിധി എന്നൊക്കെ പറയും. ഘട്ന എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ്, പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവം, ഇൻസിഡന്റ്. ഓക്കെ, അപ്പം അത്രയും മീനിങ് ആണ്, ഹിന്ദി വേർഡ്സും ഇംഗ്ലീഷ് മീനിങ്ങുമാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞത്. അത് നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുത്ത് പഠിക്കണം. അതുപോലെ നിങ്ങൾക്ക് കോപ്പി റൈറ്റിംഗ് ബുക്ക് ഉണ്ട്, ആ കോപ്പി റൈറ്റിംഗ് ബുക്കിനകത്തോട്ട് ഇതൊരു 5 times വെച്ചിട്ട് ടീച്ചർ എഴുതി പഠിച്ച് നാളെ തന്നെ തരിക. നാളെ കഴിഞ്ഞു പോകരുത്, ലാസ്റ്റ് നാളേക്കുള്ളിൽ അല്ലെ, നാളെ തീരുന്നതിന് മുന്നേ നിങ്ങൾ ടീച്ചറിന് അയച്ച് തരണം. ഇംഗ്ലീഷിന്റെ മീനിങ്ങും ഹിന്ദി വേർഡും അത് ടീച്ചർ ചോദിക്കും കേട്ടോ. അപ്പൊ അതെല്ലാവരും പഠിക്കുക, എളുപ്പമുള്ള മീനിങ് ആണത്. ബാക്കിയുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ ടീച്ചർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരാം. ക്ലാസ്സിൽ നമുക്ക് ചെയ്തു പോവാം, നമ്മൾ മറ്റേ ചെയ്ത പോലെ ഇതും ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും വായിക്കുക. കുറച്ച് വേർഡ് അതിനിടയ്ക്ക് ഇച്ചിരി വായിക്കാനായിട്ട് ഒരു പ്രയാസം കാണും. അപ്പോൾ എന്തായാലും കഥ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നന്നായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഹിന്ദി വീണ്ടും വാക്കുകൾ വായിക്കാൻ പറ്റും കേട്ടോ. അപ്പം നന്നായിട്ട് ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. താങ്ക് യു.